നജാ അവ്വലു ഹാദിഹിൽ ഉമ്മത്തി ബിൽ യഖീനി വസ്സുഹദ്. ഈ ഉമ്മത്തിന്റെ ആദ്യകാലം വിജയിച്ചത് അടിയുറപ്പുള്ള വിശ്വാസം കൊണ്ടും ഈ ലോകത്തിന്റെ ഭൗതികതയെ നിസ്സാരമായി കണ്ടതിന്റെ പേരിലുമാണ്. വയഹ്ലികു ആഖിറുഹാ ബിൽ ബുഖ്ലി വൽ അമൽ. ഈ ഉമ്മത്തിന്റെ അവസാനം ഇനി നശിക്കാൻ പോകുന്നത്, അത് നമ്മളാണോ അറിയില്ല, ആവാം. ഉമ്മത്തിന്റെ അവസാനം നശിക്കാൻ പോകുന്നത് ബിൽ ബുഖ്ലി വൽ അമൽ, പിശുക്ക് കാണിച്ചുകൊണ്ടും ദുന്യാവിൽ തന്നെ ജീവിക്കണം എന്ന അമിതമായ കൊതിയുണ്ടാകുമ്പോഴാണ്. പൈസ ഉണ്ടാക്കുക എന്നത് ലക്ഷ്യമാവരുത്. പൈസ ഉണ്ടാക്കിയിട്ട് എന്താ നീ ചെയ്യാൻ പോകുന്നത്? കുട്ടികൾക്കും മക്കൾക്കും വേണ്ടി സ്ഥലം വാങ്ങിച്ചു വെക്കലാണോ? ആർക്കും കൊടുക്കൂല, ദീനും കൊടുക്കൂല, മദ്രസക്കും കൊടുക്കൂല, പള്ളിക്കും കൊടുക്കൂല, ഒന്നിനും കൊടുക്കൂല. എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചു വന്നാൽ കുറേ ബുദ്ധിമുട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അപ്പോൾ പിന്നെ അവർ തിരിച്ചു പോകും. ഇയാൾക്കില്ലാത്തത് കൊണ്ടാണോ? അല്ല, അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അയാൾ ഉദ്ദേശിക്കുന്നത് ഇത് എനിക്കും കുട്ടികൾക്കും മാത്രമുള്ളതാണെന്നാണ്. ഇത് പിശുക്കാണ്. അതിൻ്റെ പേരാണ് ബഖീൽ. വൽ അമൽ, കുറേ ഉണ്ടാക്കണം, കുറേ സമ്പാദിക്കണം, ഇനി ഇത്രയൊന്നും പോരാ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ നിഅമത്തിന് നന്ദി ചെയ്യാതെ മനുഷ്യൻ കാണിക്കുന്ന ആർത്തി, ഗ്രീഡ്, ഇത് രണ്ടും കൊണ്ട് ഈ ഉമ്മത്ത് നശിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ആലോചിച്ചാൽ കാണാൻ കഴിയും. വഹീൻ്റെ വെളിച്ചം അങ്ങനെയാണ്. വഹീൻ്റെ അടയാളപ്പെടുത്തലുകളുടെ ഒരു പ്രത്യേകത അത് ജീവിതത്തിൽ കാണാൻ കഴിയും നമുക്ക്. മനുഷ്യൻ പരാജയപ്പെടുന്നതിൻ്റെ രണ്ട് കാരണം ഇതാണ്. കാരണം പൊതു പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ സാമ്പത്തികമായ സഹായം വേണ്ടിവരും. അത് ഉമ്മത്ത് ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. അവിടെ പിശുക്ക് കാണിച്ചുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ, അവൻ്റെ മലായികത്തുൽ കിറാം ഇഷ്ടപ്പെടുന്ന സ്വഭാവ ഗുണങ്ങൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഫറജ വർ റൗഹ ഫിൽ യഖീനി വർ റിളാ ഇന്നൽ ഹമ്മ വൽ ഹസൻ ഫിശ്ശക്കി വസ്സഖത്ത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികളിൽ പണ്ഡിതനായ സ്വഹാബിയാണ്. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ തങ്ങളെപ്പോലെ ചേർത്ത് പറയുന്ന ആയിഷ ബീവിയെ പോലെ ഒരുമിച്ച് പറയപ്പെടുന്ന റാവികളിൽ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബി കൂടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഹബ്റുൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട മഹാപണ്ഡിതൻ. ഞാൻ പറയാണ്, ഇന്നൽ ഫറജ വർ റൗഹ്, അല്ലാഹു നമ്മുടെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നതും, വർ റൗഹ നമുക്ക് സമാധാനം നൽകുന്നതും, ഫിൽ യഖീനി വർ റിളാ, ഒന്ന് യഖീനിലാണ്, വർ റിളാ അല്ലാഹു നൽകുന്നത് തൃപ്തിപ്പെടുന്നതിലാണ്. അല്ലാഹു പറയുന്ന വിഷയങ്ങൾ, വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ, ആ ഹദീസുകൾ സത്യസന്ധമാണെന്നും അല്ലാഹുവിൻ്റെ വഹിയാണെന്നും മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഖൽബിൽ പിന്നെ ഒരു ചാഞ്ചാട്ടം വരെ, ഇത് ഹദീസിൽ പുണ്യനബി ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കരുത്. ഇന്നൽ ഹമ്മ വൽ ഹസൻ, മനുഷ്യന് സങ്കടം വരുന്നത്, ദുഃഖം വരുന്നത്, ഫിശ്ശക്കി വസ്സഖത്ത്, അല്ലാഹുവിൻ്റെ വിഷയത്തിൽ സംശയം വരുമ്പോഴാണ്. വസ്സഖത്തി, അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ദേഷ്യപ്പെടുമ്പോഴാണ്. അല്ലാഹു നൽകുന്നത് തൃപ്തിപ്പെടാതിരിക്കുമ്പോഴും മനസ്സിനുള്ളിൽ സംശയ രോഗം കൊണ്ട് നടക്കുമ്പോഴുമാണ് അല്ലാഹു തആല ദുഃഖം കൊണ്ടും സങ്കടം കൊണ്ടും ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുന്നതത്രേ. എത്രത്തോളം നമ്മൾ അല്ലാഹുവിൻ്റെ ശരീഅത്തിനെ സംബന്ധിച്ച് സംശയാലുക്കളാകുന്നുണ്ടോ അത്രക്ക് മനസ്സിനുള്ളിൽ സങ്കടവും പ്രയാസവും വർദ്ധിക്കുമെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഈ ഒരു പരിശുദ്ധമായ വചനത്തിൻ്റെ സാരം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എന്താണോ പഠിപ്പിച്ചത് അതിൽ സംശയലേശമന്യേ ഹൃദയത്തോട് നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക. അതിന് പിന്നെ വേറെ സംശയം വരരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ് ومن يسلم وجهه إلى الله وهو مؤمن فقد استمسك بالعروة الوثقى ومن يسلم وجهه إلى الله, ആരാണോ അവരുടെ മനസ്സ് അല്ലാഹുവിനെ സമർപ്പിക്കുന്നത്, വഹുവ മുഹ്സിനുൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കെ
അല്ലാഹുവിന് സമർപ്പിതമായി ആരാണോ ജീവിക്കുന്നത് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ഒരു കയറാണ് അവരെ പിടിച്ചു വെച്ചത്, ഒരിക്കലും മുറിഞ്ഞു പോകാത്തത്. ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസ്വാമ ലഹാ. അതുകൊണ്ടാണ് സ്വഹാബിമാർ വിശുദ്ധ ഖുർആനിലൂടെ അവരോട് മദ്യപാനം നിർത്തേണമേ, ലഹരി ഉപയോഗിക്കരുതേ, മയക്കുമരുന്ന് ഉപയോഗിക്കരുതേ എന്ന ഒരു സൂചനയല്ല, വ്യക്തമായ ഖുർആനിന്റെ നിർദ്ദേശം വന്നപ്പോഴേ സൂറത്തുൽ മാഇദയിലാണത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു الشൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. തീർച്ചയായും മനുഷ്യരെ, നിങ്ങൾ ഉപയോഗിക്കുന്ന മദ്യം, ലഹരി, ബുദ്ധിയെ മറച്ചുകളയുന്നത്, നിങ്ങളെ മത്ത് പിടിപ്പിക്കുന്നത്, ഒരൽപ്പ നേരത്തേക്കെങ്കിലും സ്വബോധം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്നതെല്ലാം എല്ലാ മുസ്കിറുകളും, എല്ലാ ഇൻടോക്സിക്കൻസ്, എല്ലാ ലഹരി പരത്തുന്ന സാധനങ്ങൾ. കുല്ലു മുസ്കിരിൻ ഹറാം വമാ അസ്കര കസീറുഹു ഫഖലീലുഹു ഹറാം. ഏതൊരു സാധനം കുറച്ചുപയോഗിച്ചാൽ നിങ്ങൾക്ക് മത്ത് വരുമോ, നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നുണ്ടോ, അത് കൂടുതൽ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചുപയോഗിക്കലും ഹറാമ് തന്നെ. പിന്നെ അവിടെ ചോദ്യമല്ല, നാം തൊട്ട് നോക്കാൻ പറ്റുമോ, ഒന്ന് നാവിൽ വെച്ച് നോക്കാൻ പറ്റുമോ? പറ്റില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലമ്മാ നാദൽ മുനാദി ഫിൽ മദീന, മദീനയുടെ തെരുവുകളിലൂടെ ഒരു സ്വഹാബി വിളിച്ചു പറയുകയായിരുന്നു, അലാ ഇന്നൽ ഖംറ ഖദ് ഹുർരിമത്. അറിയണേ കച്ചവടക്കാരെ അറിയണേ, മദ്യം അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. ഈ ഒരു വർത്തമാനം ഹദീസ് നിബിതങ്ങൾ ഓതി കേൾപ്പിച്ചതല്ല അവർക്ക്, നിബിതങ്ങൾ അവിടുത്തെ സ്വഹാബികൾക്ക് ഓതി കേൾപ്പിച്ചു. അപ്പോഴേക്കും ആ വിവരവുമായി മദീനയുടെ അങ്ങാടികളിലൂടെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബിമാർ വിളിച്ചു പറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ സാറ അന്നാസു ഇലാ ജറാരിൽ ഖംർ, മദ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പിടാവുകൾ, ഭരണികൾ, ആ ഭരണികളിലേക്ക് ചെല്ലുകയും ഫകസറുഹാ, അവരത് ഉടച്ച് തകർക്കുകയാണ് ചെയ്തത്. ഈ മദ്യം എത്ര കാശിനുള്ളതാണ്, എത്ര ലാഭം കിട്ടാനുള്ളതാണ്, കച്ചവടത്തിൻ്റെ നഷ്ടം എത്രയാണ്, ഇതൊന്നും അവർ നോക്കിയിട്ടില്ല. അല്ലാഹുവിന് വേണ്ടേ, പിന്നെ ഞങ്ങൾക്ക് വേണ്ട. അതാണ് ഈമാൻ. പിന്നെ ഇത് ടേസ്റ്റ് ഉണ്ടോ, വെറുതെ കിട്ടോ, ഫ്രീ കിട്ടോ, ഡിസ്കൗണ്ടിന് കിട്ടോ, ഇതല്ല മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുന്നത്. അനസ് റളിയല്ലാഹു തആല അൻഹു ആളുകൾക്ക് മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് മുന്തിരിച്ചാറിൽ നിന്നവരും ലഹരി ഉണ്ടാക്കുമായിരുന്നു. വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബ് തത്തഖിദൂന മിൻഹു സകറൻ വറിസ്ഖൻ ഹസനാ. ഈത്തപ്പഴം മധുരമുള്ള മുന്തിരി, അതിൽ നിന്നെല്ലാം നല്ല ഭക്ഷണങ്ങളും കൂട്ടത്തിൽ ലഹരിയും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിന്റെ ഇടപെടൽ. ആ മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നാദാ മുനാദി റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിളിയുമായി വന്ന ഹബീബായ നബി തങ്ങളുടെ അറിവുമായി വിളിച്ചു പറയാൻ വന്ന ഒരാൾ, അലാ ഇന്നൽ ഖംറ ഖദ് ഹുർരിമത്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കെ മദീനയിലെ മുതലാളിമാർ അതൊന്ന് ചുണ്ടിലേക്ക് വെക്കുക പോലും ചെയ്യാതെ, റമളാനിൽ വാങ്ക് വിളിക്കുമ്പോൾ അത്താഴത്തിൻ്റെ സമയം തീർന്നു എന്ന് പറയുമ്പോൾ വായിൽ വെച്ചത് ഇറക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ, അതുപോലും പറ്റില്ല. എന്നാലും മനുഷ്യന് തോന്നിപ്പോകും അതങ്ങ് ഇറക്കിയാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. സ്വഹാബിമാർ ലഹരിയുടെ വിഷയത്തിൽ അത് നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങുമ്പോൾ
അവർ മുഴുവനായും അത് ഒഴിക്കുകയാണുണ്ടായത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറങ്ങിയപ്പോൾ ഹത്താ ജറത് ഫീ സികകിൽ മദീനതി വതുർഖാതിഹാ, മദീനയുടെ വഴികളിലും ഓരങ്ങളിലും മദ്യം ഒഴുകിക്കിടക്കുകയായിരുന്നു. അവർക്ക് പ്രശ്നം തോന്നിയില്ല. കച്ചവടമല്ലേ, ലഹരി നിരോധിക്കുമ്പോൾ, മദ്യം നിരോധിക്കുമ്പോൾ സമരം കാണും. ചെത്തു തൊഴിലാളികളുടേത് അല്ലാത്തവരുടേത്. വരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ജോലി നഷ്ടപ്പെടില്ലേ? സ്വഹാബിമാർ ഒരാളും അവരുടെ വരുമാനത്തെക്കുറിച്ച് അവിടെ ആലോചിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആയത്ത് കേട്ട് ആദ്യം പറഞ്ഞത്, നബിയേ, അല്ലാഹു ഞങ്ങളോട് നിർത്തുന്നില്ലേ എന്ന് ചോദിച്ചല്ലോ. ഇൻതഹൈന, ഞങ്ങൾ നിർത്തി നബിയേ, ഞങ്ങൾ നിർത്തി. അതാണ് യഖീൻ. വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ. പുണ്യ നബിയോട് അല്ലാഹു തആല ആഹ്വാനം ചെയ്യുകയാണ്, അല്ലാഹുവിൻ്റെ ഹബീബേ, ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. മുസ്ലിമച്ചുകളായ എല്ലാ പെൺകുട്ടികളും, പ്രായപൂർത്തിയായവർ, പ്രായപൂർത്തിയാവാനടുത്തവർ, വിവേകവും ബുദ്ധിയുമായ മക്കളെ, പെൺകുട്ടികളെ, പെണ്ണുങ്ങളെ, അവർ നിർബന്ധമായും അവരുടെ മുഖം മറക്കണം. അല്ലെങ്കിൽ മുഖമക്കനെ മറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കേണ്ടതാണ് എന്ന് അല്ലാഹുവിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖമക്കന ഉപയോഗിക്കുന്ന അതേ വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കണം എന്ന് അല്ലാഹുവിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ മുഹാജിറുകളും അൻസാരികളുമായ പെണ്ണുങ്ങൾ ഓടിച്ചെല്ലുകയാണ്. അവർക്കങ്ങനെ ഒരു മുഖമക്കന നീളമുള്ളത് കിട്ടുമായിരുന്നില്ല. അന്ന് പുതപ്പുകളും വിരിപ്പുകളും തുണിക്കഷ്ണങ്ങളും എടുത്തിട്ട് അവരുടനെ അണിയുകയാണ്. ഹബീബായ നബി തങ്ങളോട് അല്ലാഹു അറിയിച്ചു കൊടുത്ത പോലെ ഫഖ്തമറുന ബിഹാ, അച്ചടക്കമുള്ള വിധത്തിൽ അവർ വസ്ത്രവിധാനം ചെയ്തു. ഇമാം ബുഖാരി തങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഖുറൈശി പെണ്ണുങ്ങൾ മഹത്വമുള്ളവർ തന്നെയാണെങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ ദീനിനോട് ഇത്രമേൽ പ്രതിബദ്ധത കാണിച്ച പെണ്ണുങ്ങൾ അൻസ്വാരി പെണ്ണുങ്ങളാണ്, മദീനയിലെ പെണ്ണുങ്ങളാണ്. അവരാരും കാത്തു നിന്നില്ല, ഞങ്ങൾക്ക് ഒരു മുഖമക്കന വലുത് വരട്ടെ, അങ്ങാടിയിൽ മാർക്കറ്റിൽ അത് ഇറങ്ങട്ടെ, ഞങ്ങളുടെ ടൈലറൊന്ന് തുന്നിത്തരട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ കിട്ടിയ വസ്ത്രം കൊണ്ട് അവരുടെ നെഞ്ചും ഒരുമിച്ച് മറക്കുന്ന വിധമാണ് അവർ വസ്ത്രവിധാനം ചെയ്തത്. ഇത് അല്ലാഹുവിൻ്റെ വിവരത്തിൽ, അല്ലാഹു നൽകുന്ന അറിവിൽ പിന്നെ ചോദ്യം ചെയ്യാതെയുള്ള ഒരു മുസ്ലിമിൻ്റെ അംഗീകരിക്കലാണ്. ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത്. അതുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടും. ഇതില്ല, നമ്മൾ കുറേ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നും അല്ലാഹുവിൻ്റെ അടുത്ത് പുല്ല് വില ഉണ്ടാവില്ല. നമ്മൾ ഈ ചിന്താബോധമൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ ഖൽബിനുള്ളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള യഖീൻ എത്രയാണ്? വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയായിരുന്നു ഹബീബായ നബി 17 മാസത്തോളം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയേ, ആകാശത്തേക്ക് കണ്ണുയർത്തി നിങ്ങൾ കാത്തി നിൽക്കുന്നത് അല്ലാഹു കാണുന്നുണ്ട് നബിയേ. അവിടുത്തെ വല്ലിപ്പയായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാം, നമ്മുടെ ഹബീബായ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പയാണ് ഇസ്മാഈൽ നബി. അവരുടെ ഉപ്പയല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ അവിടുത്തെ വല്ലിപ്പയും മോനും ഉണ്ടാക്കിയ മസ്ജിദുൽ ഹറാമിൻ്റെ മധ്യത്തിൽ കിടക്കുന്ന വിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. അത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. ഈ ഭൂമിയിൽ ആദ്യമായി അല്ലാഹുവിനെ നിസ്കരിക്കാൻ പണിയപ്പെട്ട ആദ്യത്തെ വീടല്ലയോ, ആദ്യത്തെ മസ്ജിദല്ലയോ കഅബ? ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ്. അവിടേക്ക് എനിക്കൊന്ന് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന് ഹബീബായ നബിക്ക് ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷെ അല്ലാഹു ആഹ്വാനം ചെയ്തത് മസ്ജിദുൽ അഖ്സയിലേക്ക്, ജെറൂസലേമിലേക്ക്, മദീനയിൽ നിന്നുള്ള വടക്ക് പടിഞ്ഞാറിലേക്ക് തിരിയാനാണ്. അങ്ങനെ ഹബീബായ നബി കാത്തിരിക്കുമായിരുന്നു. എപ്പോഴാണോ
ഖിബില മാറ്റം കഅബയിലേക്ക് തിരിക്കണം എന്ന് അല്ലാഹു പറയുന്ന വിവരവുമായി ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴാണ് വരുന്നത് എന്ന് ആകാശത്തേക്ക് നോക്കി നബി തങ്ങൾ കാത്തിരിക്കുമായിരുന്നു. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക്, അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുന്നത്. ഫിസ്സമാ, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ, ഇനി കഅബയിലേക്ക് തിരിഞ്ഞോളൂ നബിയേ എന്ന് പറയുന്ന ആഹ്വാനം എപ്പോഴാണ് വരുന്നത് എന്ന് വഹിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നോട്ടം അല്ലാഹു കാണുന്നുണ്ട് നബിയേ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അങ്ങയുടെ പരിശുദ്ധമായ വജ്ഹ്, അങ്ങയുടെ മുഖം ഇനി ഇതാ അങ്ങും മുസ്ലിമീങ്ങളും കഅബയിലേക്കാണ് തിരിയേണ്ടത്. ആ വിവരം ഹബീബായ നബി തങ്ങൾക്ക് വന്നു, വഹി വന്നു. സ്വഹാബിമാർ മസ്ജിദുൽ ഖിബ്ലതൈനിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ ഖിബ്ലതൈൻ മദീനയിൽ പോയ മുഴുവൻ ആളുകളും സന്ദർശിക്കാറുണ്ടല്ലോ. രണ്ട് ഖിബ്ലയിലേക്ക് നിന്ന പള്ളിയാണത്. ഒരു ഭാഗം വടക്കിലേക്കാണ് ഖിബ്ല, കഅബ കിടക്കുന്ന തെക്കിലേക്കാണ്, നേരെ ഓപ്പോസിറ്റ്. അസ്ർ നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലാണ് സ്വഹാബിമാർക്ക് വിവരം കിട്ടുന്നത്, കഅബാലയത്തിലേക്ക് മുഖം തിരിക്കാൻ അല്ലാഹുവിൻ്റെ റസൂലിന് വഹി വന്നിരിക്കുന്നു. അവരാരും പറഞ്ഞില്ല, എന്നാൽ അസ്റങ്ങ് കഴിഞ്ഞോട്ടെ, മഗ്രിബ് മുതലാവാം. കാരണം ഒന്നാകെ തിരിയണ്ടേ. ഇങ്ങോട്ട് റുക്വയിൽ കിടക്കുന്ന മുഅ്മിൻ നേരെ തിരിയണം തെക്ക് ഭാഗത്തേക്ക്. മക്ക തെക്കിലാണ്, മസ്ജിദുൽ അഖ്സ ജെറൂസലേം വടക്കിലാണ്. വടക്കിലേക്ക് തിരിഞ്ഞു നിന്ന സ്വഹാബിമാർ തെക്കിലേക്ക് തിരിയ, ഇമാമ ബാക്കിലും മുഅ്മിനീങ്ങൾ മുമ്പിലോ. അപ്പോൾ 2 റക്അത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ പോലും ഒരു സ്വഹാബിയോ ഒരാളും അക്കൂട്ടത്തിൽ എനിക്കിത് ചെയ്യാൻ നേരായില്ലെന്നോ ഇപ്പൊ പറ്റില്ലെന്നോ ഇത് പ്രയാസമാണെന്നോ പറഞ്ഞ് മാറി നിന്നില്ല. എല്ലാവരും കഅബയിലേക്ക് തിരിയുകയാണുണ്ടായത്. റുക്കൂഇന്റെ നൃത്തത്തിൽ, റുക്കൂഇൽ നിന്ന് തിരിഞ്ഞു നോക്കി വലിയ തല പിന്നും ചിലപ്പോൾ. ആ ഒരൊറ്റ നൃത്തത്തിൽ വടക്കിൽ നിന്ന് തെക്കിലേക്ക് തിരിയാണ്, കഅബാലയത്തിലേക്ക്. റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വന്നു, എന്നാൽ പിന്നെ ചോദ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരം കാണുന്നു. സ്വർണത്തിന്റെ മോതിരം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അത് കയ്യിൽ നിന്ന് ഊരിയിട്ട്, വെള്ളിയുടെ മോതിരം അത് സുന്നത്താണ്, നിങ്ങൾ കണിയാം. പക്ഷേ സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണല്ലോ. യഅമിദു അഹദുകും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയളഉഹാ ഫീ യദിഹി, നിങ്ങളിൽ ചില ആളുകൾ നരകത്തിന്റെ തീക്കനൽ കയ്യിൽ വെച്ച് കൊണ്ടിരിക്കുകയാണോ, കഴുത്തിൽ ചാർത്തുകയാണോ? സ്വർണ്ണമാല അണിഞ്ഞാൽ അതാണ് അവസ്ഥ. നരകത്തിന്റെ ഒരു തീ കഴുത്തിൽ അണിയുന്ന പോലെ. സ്വർണത്തിന്റെ മോതിരമാണെങ്കിൽ നരകത്തിന്റെ മോതിരം കയ്യിലണിഞ്ഞ പോലെ. അവിടെന്ന് പറഞ്ഞു, ഇത് പുരുഷന്മാർക്ക് അല്ലാഹു ഹറാമാക്കിയതാണ്. കാരണം എന്താ നമുക്കറിയില്ല, നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ല. പുണ്യനബി വേണ്ടെന്ന് പറഞ്ഞാൽ ഖലാസ്, ഇതാണ് നമ്മുടെ അഖീദ. ആ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം ഹബീബായ നബി തങ്ങൾ എടുത്തു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ ആളുകൾ പറഞ്ഞു, ഖുദ് ഖാതമക ഇൻസഫഅ ബി, കയ്യിൽ അണിയണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആ മോതിരം കൊണ്ടുപോയി വിറ്റാ കാശ് കിട്ടൂലേ, നീ ആ മോതിരം എടുത്ത് പോയിക്കോ, തങ്ങൾ പോയില്ലേ എന്ന് കൂടെയുള്ള കൂട്ടുകാര് പറഞ്ഞപ്പോ, ഫമാ മറത് അലയ്യ ലൈലത്തുൻ മുൻദു സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാനത് ചെയ്യില്ല. ലാ വല്ലാഹ് ലാ ആഖുദുഹു അബദൻ വഖദ് തറഹഹു റസൂലുള്ളാഹ്, നബി തങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഊരിയെറിഞ്ഞത് ഇനി ഞാൻ എടുക്കൂല. അതെടുത്ത് വേണേ വിൽക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും എൻ്റെ റസൂൽ എൻ്റെ കയ്യിൽ നിന്ന് ഊരി വാങ്ങി എറിഞ്ഞില്ലേ, അത് ഞാൻ തൊടില്ല, എനിക്കത് വേണ്ട. വേണ്ടവരെടുത്തോട്ടെ, എനിക്കത് വേണ്ട. ഇങ്ങനെ തോന്നണമെങ്കിൽ എത്ര ഈമാൻ വേണം മുഅ്മിനെ, എത്ര ഈമാൻ വേണം. കാരണം കയ്യിലെ ഒരു മോതിരം സ്വർണ്ണല്ലേ, അത് അണിയണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് കൊണ്ടുപോയി വിൽക്കാം, മക്കൾക്ക് എന്തെങ്കിലും ആഭരണമാക്കി കൊടുക്കുക, അതൊക്കെ ചെയ്യാലോ. പക്ഷേ നബി തങ്ങൾ എറിഞ്ഞതല്ലേ, എനിക്കത് വേണ്ട. ഇതാണ് ഹബീബായ നബി തങ്ങളും അല്ലാഹും പറഞ്ഞതിനെ മനസ്സാ വാച അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത്.
ഇതുണ്ടെങ്കിലേ ഉമ്മത്ത് രക്ഷപ്പെടൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ബിൻ സുലൈം റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, നബിയേ യഅഹദ് ഇലയ്യ യാ റസൂലല്ലാഹ്, നബിയേ എനിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരയണമേ. അവരാ ചോദിച്ചതേ അല്ലാഹു ചോദിപ്പിച്ചതാണ്. ആ കിട്ടിയ ഉത്തരം എനിക്കും നിങ്ങൾക്കും ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കുമായി അല്ലാഹു നൽകുന്ന ഉത്തരമാണ്. തങ്ങളോട് ഒരാൾ ചോദിക്കുക, അയാൾക്ക് മാത്രമല്ല, അത് മാത്രമായി ഖാസാണ് എന്ന് വേറെ ദലീൽ കൊണ്ട് തെളിയണം, അല്ലെങ്കിൽ അത് ആമാണ്. യഅഹദ് ഇലയ്യ യാ റസൂലല്ലാഹ് എന്ന് നബി തങ്ങളോട്, നബിയേ എനിക്ക് ഒരു ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ. തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? ലാ തസുബ്ബന്ന അഹദാ, ഒരാളെയും ചീത്ത വിളിക്കരുത്, ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും മോശപ്പെടുത്തി പറയരുത്. ലാ തസുബ്ബന്ന അഹദാ. അദ്ദേഹം പറയാണ്, ഫമാ സബബ്തു ബഅദഹു ഹുർറൻ വലാ അബ്ദൻ വലാ ബഈറൻ വലാ ഷാ. പുണ്യനബി ആരെയും ചീത്ത പറയരുത്, ഒന്നിനെയും ചീത്ത പറയരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു അടിമയെയോ അടിമയല്ലാത്ത സ്വതന്ത്രനായ മനുഷ്യനെയോ ഒരു ഒട്ടകത്തെയോ ആടിനെ പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. അത് ഒന്നിനെന്ന് പറഞ്ഞത് പെട്ടല്ലോ. വാഹനം, ഇപ്പോൾ ബൈക്ക് സ്റ്റാർട്ടാവുന്ന ബൈക്കിനെ 4 ചീത്ത വിളിക്കുക. അന്നത്തെ ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വാഹനമാണ്, ആടവരുടെ വരുമാനമാണ്. നമ്മളിപ്പോൾ ലോക്ക് തുറന്നില്ലെങ്കിൽ ചീത്ത വിളിക്കാൻ തോന്നും. ചിലപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നില്ല, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറണ്ട് പോയി, അപ്പോൾ ചീത്ത വിളിക്കാൻ തോന്നും കറണ്ട് ഓഫീസുകാരെ. ഒന്നും പറയരുത്. ലാ തസുബ്ബന്ന അഹദാ, ഒരാളും ചീത്ത പറയണം. ചീത്ത പറഞ്ഞാൽ അയാൾ കേൾക്കും, അത് കേട്ടിട്ട് അയാൾക്ക് വിഷമാവുക എന്നല്ലാണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. നന്നാവുണ്ടോ? നന്നാവാൻ തൗഫീഖുള്ളത് കേട്ടാൽ തന്നെ നന്നാവും. അല്ലാത്തതുകൊണ്ട് ചെവിലി എത്ര പറഞ്ഞിടത്തിന് എന്താ നന്നാവുമോ? ഒരിക്കലും നന്നാവില്ല. അങ്ങനെയാണ് ചില സ്വഭാവങ്ങൾ. എങ്ങനെ മാറ്റാൻ കഴിയില്ല എന്നാണ് തങ്ങൾ പറഞ്ഞു. ഒരു മല പർവ്വതം അങ്ങ് സ്ഥലത്ത് നിന്ന് നീങ്ങിയാൽ നീങ്ങിയിട്ടുണ്ട് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോളൂ. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജന്മനാ ഉള്ള സ്വഭാവം, ഇപ്പോൾ മൂക്കത്ത് ദേഷ്യമുള്ള ആളാണ് ചിലപ്പോൾ അങ്ങനെ പറയും അല്ലേ, നല്ല ശുണ്ഠിയുള്ള ആളാന്ന് പറയും. അതൊക്കെ മാറിപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. ഉംറയിഞ്ഞ് വന്നപ്പോൾ നോക്കിക്കോ, 2 ആഴ്ച കഴിഞ്ഞ സ്വഭാവം ശരിക്കും കാണാം. എന്തേ? ആ സ്വഭാവം മാറാനിടയില്ല. തങ്ങൾ പറയാം, പർവ്വതം നീങ്ങി. മവല് പർവ്വതം ഉണ്ടോ? ഇല്ലല്ലോ. മലകളൊന്നും ഇല്ലല്ലോ, കുന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു കുന്നവിടെ ഉണ്ട്, കുണിയിലുണ്ടാവും. പഴിച്ചാ കുന്നും മലയൊന്നും ആയിട്ടില്ലല്ലേ, അല്ല പണത്തൂർ പോണ്ടി വരും. ഏതെങ്കിലും ഒരു മലയോ ഒരു പർവ്വതമോ ഒരു കുന്നോ ആ സ്ഥലത്ത് നിന്ന് നീങ്ങിയിട്ട് ഇപ്പോൾ പാണത്തൂരത്ത് ആ മല വന്നിട്ട് ഇപ്പം പിന്നെ മാവുങ്കാലിൽ എത്തിയിട്ടുണ്ട് എന്നങ്ങനെ പറഞ്ഞാൽ, മാവുങ്കാൽ എന്നല്ലേ പറയല്, വേണമെങ്കിൽ വിശ്വസിക്കാം, സംഭവിച്ചുകൊണ്ടല്ല തങ്ങൾ പറയാ. എന്നാലും ഒരു മനുഷ്യൻ്റെ പ്രകൃതിയുള്ള സ്വഭാവം മാറി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് തങ്ങൾ. ഫലാ തുസദ്ദിഖൂ. ചില ആളുകൾ അങ്ങനെയാണ്, മജ്ബൂലിങ്ങളാണ്. എന്തേ? അവർക്കൊരിക്കലും ആ സ്വഭാവം മാറ്റണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ മാറുക? പിന്നെ മാറില്ല എന്നാ. പർവ്വതം മാറിയാലും ചില സ്വഭാവം മാറൂല. അത് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അവർ ചീത്ത പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവർ നമുക്ക് മാറ്റാൻ പറ്റുമോ? മാറ്റില്ല. ചീത്ത പറഞ്ഞ് നമ്മുടെ അമല് പോകാന്നല്ലാണ്ട് എന്താ സംഭവിക്കുന്നത്? ഒരു പണിയെടുക്കാതെ കൂലി കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല മാർഗത ഈപത്തും ആരെങ്കിലും നമ്മളെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഓല് ചെയ്ത സ്വലാത്തും ഓല് ചൊല്ലിയ ദിക്റും ഓല് ചെയ്ത സുന്നത്ത് നിസ്കാരവും സുന്നത്ത് നോമ്പും ഒക്കെ നമ്മളെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. എന്തൊരു നല്ല കാര്യമാണ്. അത്ര നല്ല കൂലിയുള്ള സംഭവം വേറെ ഉണ്ടാ? ഇത്ര എളുപ്പത്തിൽ കിട്ടുന്നത്. ഒരു പണിയെടുക്കാതെ ഇരിക്കുകയാണ്, നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട്. എന്താ? നമ്മളെപ്പറ്റി ആരൊക്കെ ചീത്ത പറയുന്നുണ്ടോ അതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ചെയ്തതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ ചെന്ന് നോക്കുമ്പോൾ ബാങ്ക് മാനേജർ പറയും അക്കൗണ്ടിലൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഉംറ ചെയ്തതോ, എൻ്റെ നിസ്കാരോ, ഞാൻ വ്യാഴം തിങ്കളൊക്കെ സുന്നത്തോട്ട് ആളാണല്ലോ, ഞാൻ ദിക്റിനും സ്വലാത്തിനും മൗലിദിനൊക്കെ പോയാൽ അതൊക്കെ ഇവിടെ ഒക്കെ പോയല്ലോ, ആരോ വലിച്ചുകൊണ്ടിട്ടുണ്ട്, ചെക്ക് എടുത്തിട്ടുണ്ട്. കാണൂല, അക്കൗണ്ടിൽ സാധനം ഉണ്ടാവില്ല പരലോകത്തേക്ക്. അപ്പോൾ ഈ പറഞ്ഞ നാവിൻ്റെ സുഖം ഉണ്ടല്ലോ, അങ്ങനെ ചീത്ത പറയുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ എഴുതി വിടുമ്പോൾ ആ കയ്യിന് കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അങ്ങനെ ചീത്ത പറഞ്ഞ് ആ സുഖം ഉണ്ടാവുള്ളൂ. നാളെ പരലോകത്തേക്ക് ചെന്നാൽ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ പോയിട്ടുണ്ടാവും. ബ്ലാങ്കാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ലാ തസുബ്ബന്ന അഹദ, ആരെയും ചീത്ത പറയരുത് എന്ന് പുണ്യനബി. അത് പറഞ്ഞതിന് ശേഷം ഒരു മൃഗത്തെപ്പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല എന്ന് സ്വഹാബി പറയാം. ഒരു മൃഗത്തെപ്പോലും ഞാൻ ചീത്ത പറഞ്ഞില്ല.
ജാബിർ ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഒരു മൃഗത്തെ പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യൂസി ബിഹി യബീതു തലാത ലയാലിൻ ഇല്ലാ വവസിയതുഹു ഇൻദഹു മക്തൂബ. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസിനെ കുറിച്ച് പറയുകയാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ വസിയ്യത്ത് എഴുതി വെക്കാൻ പറഞ്ഞൊരു ഹദീസുണ്ട്. വസിയ്യത്തിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കയ്യിലുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വന്തം കിടക്കുന്ന കട്ടിലുള്ളൂ, 2 സെൻറ്റ് ഭൂമിയുള്ളൂ, അതുമില്ല, എന്തെങ്കിലും കയ്യിലുണ്ട്, വസിയ്യത്ത് ചെയ്യണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ഉപയോഗിക്കാം, മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ദീനിൻ്റെ വഴിയിലേക്ക് കൊടുക്കണമെന്നോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിലേക്ക് കൊടുക്കണമെന്നോ നമുക്ക് വസിയ്യത്ത് ചെയ്യണം. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. പക്ഷെ ആ ഹദീസിനെ സംബന്ധിച്ച് ആയത്തുൽ ഇർത്ത്, അതായത് അനന്തര സ്വത്തിൻ്റെ ആയത്ത് വന്നതിന് ശേഷം ഈ വസിയ്യത്തിൻ്റെ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടു എന്നാണ് അതിനെ സംബന്ധിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം പറയുക. ആ വസിയ്യത്ത് എഴുതി വെക്കൽ ആദ്യം നിർബന്ധമായിരുന്നു. പിന്നെ അനന്തര സ്വത്ത് എങ്ങനെയാണ് ഓഹരി വെക്കേണ്ടത് എന്ന ആയത്ത് വന്നപ്പോൾ വസിയ്യത്ത് ചെയ്തില്ലെങ്കിലും അനന്തര സ്വത്തിൻ്റെ വഴിയിലേക്ക് ആ വിഷയം പോകും. വസിയ്യത്ത് ഇപ്പോഴും ചെയ്യാം, പക്ഷെ അനന്തര സ്വത്തിൻ്റെ ആയത്ത് വരുന്നതിൻ്റെ മുമ്പ് വസിയ്യത്ത് എഴുതി വെക്കൽ നിർബന്ധമായിരുന്നു. അങ്ങനെ സംഭവമുണ്ട്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാം, പുണ്യ നബി ഞങ്ങൾ പറഞ്ഞിരുന്നു, മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യൂസി ഫീഹി, വസിയ്യത്ത് ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ ഒരു മുതലോ ഒരു സമ്പത്തോ ഒരു മനുഷ്യൻ്റെ കയ്യിലുണ്ടെങ്കിൽ, യബീതു സലാസ ലയാലിൻ ഇല്ലാ വവസിയതുഹു ഇൻദഹു മക്തൂബ, 3 രാത്രി വരെ, 3ാമത്തെ രാത്രിയിലെങ്കിലും തലയണൻ്റെ താഴെ വസിയ്യത്ത് എഴുതി വെക്കണം. അല്ലാതെ മനുഷ്യൻ കടന്നുറങ്ങരുത്. മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ സമ്പത്തിൻ്റെ വസിയ്യത്ത് കാണപ്പെടണം. അതുകൊണ്ട് 3 രാത്രി വരേക്കാവാം. ഇന്ന് സാധനം വാങ്ങിച്ചു, 2 ദിവസം കഴിഞ്ഞു, 3-ാം ദിവസമെങ്കിലും വസിയ്യത്ത് എഴുതണം. എൻ്റെ മരണശേഷം ഈ സാധനം, എൻ്റെ ഈ സ്ഥലം, എൻ്റെ ഈ മുതൽ, എൻ്റെ ഈ സമ്പാദ്യം ഇന്ന നിലക്ക് ചെലവഴിക്കണം എന്ന ഒരു ഹദീസുണ്ട്. അതിപ്പോഴും വസിയ്യത്ത് ചെയ്യാൻ സുന്നത്താണ്, അന്നത് നിർബന്ധമായിരുന്നു. അപ്പോൾ فما مرت علي ليلة منذ سمعت رسول الله صلى الله عليه وسلم قال ذلك إلا وعندي وصيتي. ഉമർ ബിൻ ഖത്താബ് എന്ന ധീരപുരുഷനായ ഹബീബിൻ്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ മോനാണിത്, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ. മഹാൻ പറയാൻ, തങ്ങളത് പറഞ്ഞതിന് ശേഷം എല്ലാ രാത്രിയിലും എൻ്റെ തലയണൻ്റെ താഴെ എൻ്റെ വസിയ്യത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആര് പറയുന്നു? അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു. തങ്ങൾ പറഞ്ഞില്ലേ അത് ചെയ്യണ്ട എന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അവിടെ കിടക്കട്ടെ. ഇനി അനന്തര സ്വത്തിൻ്റെ ആയത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും തങ്ങളിത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനത് എഴുതി വെക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ തലയണൻ്റെ താഴെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വസിയ്യത്ത് എഴുതി വെച്ചിരുന്നു. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മുടെ കുട്ടികളിതാ വെള്ളവുമായിട്ട് വരുന്നുണ്ട്, മാഷാ അല്ലാഹ്. ചെറുപ്പക്കാരുടെ മക്കളാണ്. അല്ലാഹുവർക്കൊക്കെ നല്ല ആരോഗ്യവും ആയുസ്സും അന്തസ്സും വിദ്യാഭ്യാസവും അറിവും ഇൽമും ഒക്കെ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും കൊടുക്കും, വെള്ളം കൊടുക്കും. ഭയങ്കര കൂലി. ആരാത് സ്പോൺസർ ചെയ്തത്? ഭയങ്കര കൂലിയുള്ള പരിപാടിയാണിത്. ഈ ചൂട് കാലത്തെ വെള്ളം കുടിച്ചോളൂ, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അൽഹംദുലില്ലാഹ്, അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ. ബിസ്മില്ലാഹ് വലത്തെ കൈ കൊണ്ട് കുടിക്കുക, ഇരുന്ന് കുടിക്കുക, 3 ഇറക്കായിട്ട് കുടിക്കുക, കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് പറയാം. ഇതിനൊക്കെ കൂലിയാണ്. അൽഹംദുലില്ലാഹ്. ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതൊക്കെ വലിയ പ്രതിഫലമാണ്, ചെറുതല്ല, വലിയ കൂലിയാണ്. എന്ന് പറഞ്ഞ പോലെ അള്ളാഹു തആല സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ എങ്ങനെയാണ് യഖീൻ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്, അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു എന്ന ഹബീബായ നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയുണ്ട്, മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു. അവരുടെ പെങ്ങളെ ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ഒരാൾക്ക് പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു. മഅഖൽ ഇബ്നു യസാർ എന്നവർ സ്വന്തം പെങ്ങളെ ഒരാൾക്ക് പുതിയാപ്പിളക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അയാളാണെങ്കിലോ ഇച്ചിരി ദേഷ്യക്കാരനാ, ഒറ്റയ്ക്ക് തൊലാക്കും ചൊല്ലി പറഞ്ഞയച്ചു. പിന്നെ അയാൾക്ക് സങ്കടമായി, വേണ്ടില്ലായിരുന്നു.
അവളെയൊന്ന് ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ അയാൾ രണ്ടാമത് വിവാഹം ആലോചിച്ചു വന്നു. തൊലാക്ക് ചൊല്ലിയ പുതിയാപ്പിള വീണ്ടും അതേ പെണ്ണിനെ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം. 3 തൊലാക്ക് ചൊല്ലിയിട്ടില്ല, 1 തൊലാക്കാണ് ചൊല്ലിയത്. അപ്പോൾ ഇദ്ദൻ്റെ ഉള്ളിലാണെങ്കിൽ അയാൾക്ക് തിരിച്ചെടുക്കാം. ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിക്കാഹ് ചെയ്തിട്ടെങ്കിലും അവളെ സ്വീകരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വന്നപ്പോഴേ മഅക്കൽ എന്നവർക്ക് ഭയങ്കര സങ്കടമായി. സ്വന്തം പെങ്ങൾ വലിയ ഇഷ്ടപ്പെടുന്ന പെങ്ങളാണ്. ആ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് നല്ല ഇസ്സത്തുള്ളൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ആ ചെറുപ്പക്കാരൻ അത് വെച്ച് കളിച്ചല്ലേ, അപമാനിച്ചില്ലേ, അപമാനല്ലേ സ്വന്തം പെങ്ങളെ തൊലാഖ് ചൊല്ലി പറഞ്ഞയച്ചപ്പോൾ സങ്കടം തോന്നി മഅക്കൽ തങ്ങൾക്ക്. അദ്ദേഹം പറഞ്ഞു, സൗവജ്തുക വഅക്റംതുക സുമ്മ ത്വല്ലഖത ഉഖ്തി, എൻ്റെ പെങ്ങളെ ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് മാത്രമല്ല വഅക്റംതുക, എത്ര മാന്യമായിട്ടാണ് ഒരു അളിയൻ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ സ്വീകരിച്ചത്. എന്ത് സൽക്കാരം ചെയ്തു, എങ്ങനെയൊക്കെ നിങ്ങളെ സൽക്കരിച്ചു, എങ്ങനെയൊക്കെ സ്നേഹിച്ചു. എന്നിട്ട് സുമ്മ ത്വല്ലഖത ഉഖ്തി, എൻ്റെ പെങ്ങളെ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തല്ലേ. ലാ വല്ലാഹി ലാ തർജിഉ ഇലൈക അബദാ, ഒരിക്കലും എൻ്റെ പെങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല എന്ന് മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ആ പുതിയാപ്പിളയോട്, മുമ്പ് കല്യാണം കഴിച്ചിരുന്ന അളിയനോട് പറഞ്ഞു. തൊലാഖ് ചൊല്ലിയതിന് ശേഷം ഇനി എൻ്റെ പെങ്ങളെ കൊടുക്കൂ, തരില്ല എന്ന് പറഞ്ഞു. തൊലാഖില്ലതല്ലേ, ഇനി തരില്ല. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത് സൂറത്തുൽ ബഖറയിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا طلقتم النساء فبلغن أجلهن فلا تعضلوهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف وإذا طلقتم النساء, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ തൊലാഖ് ചൊല്ലിയാൽ ഫബലഗ്ന അജലഹുന്ന, തൊലാഖ് ചൊല്ലി അതിൻ്റെ ഇദ്ദ കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ വേറൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റും. അങ്ങനെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞാൽ ഫലാ തഅദുലൂഹുന്ന അൻ യൻകിഹ്ന അസ്വാജഹുന്ന ഇദാ തറാളൗ ബൈനഹും ബിൽ മഅറൂഫ്. തൻ്റെ ആദ്യ ഭർത്താവ് 3 തൊലാഖ് ഇവിടെ ചൊല്ലിയിട്ടില്ല. എത്ര ചൊല്ലിയിട്ടുള്ളൂ? 1 ചൊല്ലിയിട്ടുള്ളൂ. ആ ഭർത്താവിനെ കല്യാണം കഴിക്കാൻ ഒരു സാഹചര്യമുണ്ടായാൽ പിന്നെ അവളെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആ പെണ്ണിനെ തടഞ്ഞു വെക്കരുതേ. ഫലാ തഅദുലൂഹുന്ന, ഏതെങ്കിലും ഒരു വാശിപ്പുറത്ത് ഇനി കെട്ടിച്ചേരൂല എന്ന് പറയരുതേ എന്ന് അള്ളാഹു ആയത്തിറങ്ങിയപ്പോൾ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സംഅൻ ലിറബ്ബി വതാഅ, സംഅൻ ലിറബ്ബി വതാഅ, എൻ്റെ റബ്ബിനെ ഞാൻ അനുസരിച്ചു, എൻ്റെ റബ്ബ് പറഞ്ഞത് ഞാൻ കേട്ടു. എന്നിട്ട് തൻ്റെ അളിയനെ വിളിച്ചു, പഴയ അളിയനെ, ഉസൗവിജുക വ ഉക്രിമുക, എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു തരാമെന്ന് മാത്രമല്ല വ ഉക്രിമുക, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് ആ പുതിയാപ്പിളക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. എന്തേ? അള്ളാഹു എന്ന് പറഞ്ഞില്ലേ, മതി 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 മതി. വിഷമുള്ള വിഷയങ്ങളാണ്, പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അതാണെങ്കിൽ പിന്നെ ഒന്നും എനിക്ക് വേണ്ട. ജുലൈബീബ് റളിയല്ലാഹു അൻഹു കാണാൻ ഭംഗിയില്ലാതിരുന്നൊരു സ്വഹാബിയുടെ കല്യാണത്തിൻ്റെ കഥ നമ്മൾ കേട്ടവരാണ്, പലവൂര് കേട്ടവരാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ വന്നു. കാന ദമീമൻ, ദമീം എന്ന് പറഞ്ഞാൽ കാണാൻ തീരെ കൊള്ളാത്ത ആള് എന്ന ആ വാക്കിൻ്റെ അർത്ഥം ദമീം. കാന ദമീമൻ, ജുലൈബീബ് എന്നവരെങ്ങനെയാണ്? മുഖത്തൊരുപാട് കുഴികളും മുഴകളും, കറുത്തവർഗക്കാരനും അടിമയുമൊക്കെയായിരുന്ന ജുലൈബീബ് എന്നവർ. വലിയ സമ്പത്തൊന്നുമില്ല, അടിമയാണ്, ചെറിയ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. തങ്ങൾ ചോദിച്ചു, ജുലൈബീബേ, നിങ്ങളൊരു യുവാവല്ലേ, ചെറുപ്പക്കാരനല്ലേ, കല്യാണം കഴിക്കണ്ടേ? പൊന്നാര നബി, എനിക്കൊക്കെ ആര് കല്യാണം കഴിച്ചു തരാനാ? ആരെനിക്ക് കല്യാണം കഴിച്ചു തരാനാ? എന്നെ പുതിയാപ്പിളാക്കി എടുക്കേ. അപ്പോൾ തങ്ങൾ ഭയങ്കര വിഷമായി. ഒരാളങ്ങനെ ചിന്തിക്കുമ്പോൾ വിഷമല്ലേ? കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കുടുംബജീവിതം വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ആരും കല്യാണം കഴിച്ച് തരൂല എന്ന് ചിന്തിക്കുകയാണ്. അല്ലാഹ് തങ്ങൾ പറഞ്ഞു, ഉസൗവിജുക, നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചു തരും. യാ അല്ലാഹ്. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ടവരുടെ കൂടെയാണ്, മിസ്കീന്മാരുടെ കൂടെയായിരുന്നു ഹബീബ്. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞതാ,
മദീനയുടെ പരിസരത്തുള്ള എല്ലാ മിസ്കീന്മാരെയും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. പാവപ്പെട്ട ആളുകളെ മുഴുവൻ കൊണ്ടുവരുന്നു പറഞ്ഞു. മിസ്കീന്മാർ മുഴുവൻ വന്നു. തങ്ങൾ പറഞ്ഞു, ഇന്നമാ തുർസഖൂന ബിദുഅഫായിക്കും, ഈ പാവപ്പെട്ട മനുഷ്യർ കാരണമാണ് ഈ നാട്ടിൽ അല്ലാഹു നിഅമത്ത് തരുന്നത്. നിങ്ങളുടെ വീടുകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നത് ഇവിടെയുള്ള പാവപ്പെട്ടവരുടെ മനസ്സിൻ്റെ ശുദ്ധത കൊണ്ടാണ്, അവരുടെ ഈമാനിൻ്റെ തെളിച്ചം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഇവരോടൊപ്പമാണ്, എനിക്കവരെ ഇഷ്ടമാണ്. അല്ലാഹുമ്മ ഇന്നി ഹബ്ബിബി ഇലയ്യ ഹുബ്ബൽ മസാകീൻ, മിസ്കീന്മാരോടുള്ള സ്നേഹം എൻ്റെ ഹൃദയത്തിന് ഇഷ്ടമാക്കണമേ എന്ന് ദുആ ചെയ്ത നേതാവാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ മാതൃകയാണ്. മിസ്കീന്മാരെ അധികമൊന്നും ഇഷ്ടപ്പെടാൻ കഴിയില്ല. മനുഷ്യപ്രകൃതം വെച്ച് നോക്കുമ്പോൾ അതേ കാറ്റഗറി ആകുമ്പോൾ അത് ഇച്ചിരി കാറ്റഗറി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആളുകളൊന്നും കണ്ണ് കാണാത്ത പോലെയാവും. ചില ആളുകൾക്ക് സമ്പത്ത് കിട്ടിയ അങ്ങനെ മിസ്കീനായി ജീവിച്ചപ്പോൾ നല്ല മനുഷ്യനാ, പൈസ കിട്ടിയപ്പോൾ ഓൻ്റെയും എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും സ്വഭാവം മാറിയത് കണ്ടില്ലേ, അങ്ങനെ പറയുന്ന നാട്ടുകാരില്ലേ. ചില ആളുകളെ സംബന്ധിച്ച് പറയും, നല്ല ചെറുക്കനായിരുന്നു, പൈസ കൈ കിട്ടിയപ്പോഴേ ഇപ്പം നിലല്ല, നമ്മളെ മൗലേരെ നോക്കണ പോലുമില്ല. പോലെ ചങ്ങായിമാരൊക്കെ കാസർഗോഡോ അല്ലെങ്കിൽ മംഗലാപുരത്തോ അവിടെയൊക്കെ ഉള്ളൂ, നമ്മുടെ നാട്ടിലൊന്നും അവന് പറ്റിയ ഫ്രണ്ട്സൊന്നും ഇല്ല. എന്തേ, കിടപിടിക്കുന്ന ആൾക്കാരെ കാണുന്നില്ല. അങ്ങനെ കൂടെയുള്ള ആളുകളെ ചെറിയ കണ്ണുകൊണ്ട് നോക്കുന്ന അവസ്ഥ ഒന്നും അല്ലാഹുവിന് ഒരിക്കലും ഇഷ്ടം. അവരൊക്കെ പിന്നെ താഴേക്ക് വരും, ആ പോയ പോക്കിങ്ങ് താഴേക്ക് അല്ലാഹു കൊണ്ടുവരും. ഇത് പരീക്ഷിക്കാൻ കൊടുക്കണതാ, എന്താ അവൻ ചെയ്യാൻ. മിസ്കീന്മാരെ നബിക്ക് ഇഷ്ടമാണ്. ജുലൈബീബ് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, ജുലൈബീബേ, നിങ്ങളുടെ നിക്കാഹ് ഞാൻ നടത്തി തരും, നിങ്ങളുടെ നിക്കാഹ് ഞാൻ നടത്തി തരും. മിസ്കീന്മാരായ ആളുകളുടെ കല്യാണം കഴിച്ചു കൊടുക്കും. അൽഹംദുലില്ലാഹ്. വിവാഹ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പലയിടത്തും നടത്താറുണ്ട്. അൽഹംദുലില്ലാഹ്. അമ്പായച്ചൻ്റെ മോളെ കല്യാണത്തിനല്ലേ കുറച്ച് അല്ലേ? അൽഹംദുലില്ലാഹ്. ഒരു പാവപ്പെട്ട ഒരു കുട്ടീനെങ്കിലും 10 കുട്ടീനെ 5 കുട്ടിയെ നമ്മളെ വിവാഹങ്ങളിലേക്ക് നമ്മൾ ചെലവഴിക്കുന്ന സമ്പാദ്യത്തിൻ്റെ നേർപകുതിയിൽ താഴെ മതിയാവും 2-3 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. അൽഹംദുലില്ലാഹ്. അത്തരം നന്മകൾ ചെയ്ത മഹത്തുക്കൾ നമ്മുടെ സദസ്സിലിരിക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ നടക്കാറുണ്ട് അങ്ങനെ സമൂഹ വിവാഹങ്ങളൊക്കെ. നിയ്യത്ത് നന്നാവണേ, പൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്യരുത്. ഫോട്ടോ ഒക്കെ വരും പത്രത്തിലൊക്കെ, വാട്സപ്പിലും വരും, സ്റ്റാറ്റസും ഫേസ്ബുക്കിലൊക്കെ വരും. നാളെ പരലോകത്തേക്ക് ഉണ്ടാവില്ല, അതുണ്ടാവുക. നിയ്യത്ത് അതാണെങ്കിൽ കല്യാണമൊക്കെ ജോറായിട്ട് നടക്കും, ഭയങ്കര സംഭവം എന്നൊക്കെ പറയും. ആയിക്കോട്ടെ, ഉള്ളത് ക്വാളിറ്റി മതി. നമ്മൾ ഈ ഒരു സദസ്സിൽ ഒരു 10 ആൾ ഇരുന്നാൽ തന്നെ ഈമാനുള്ള 10 ആൾ വരലായിരിക്കും 1,00,000 ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനേക്കാളും ഖൈർ. എന്തേ, അത് ക്വാളിറ്റി ഉള്ള നല്ല മനുഷ്യന്മാർ, അവർ വേറൊന്നും ലക്ഷീകരിക്കുന്നില്ല. അള്ളാഹു നിങ്ങളുടെ ഈ ത്യാഗം സ്വീകരിക്കട്ടെ. ഞാൻ പറയും, നിങ്ങൾ ഈ ചൂടത്തിരിക്കണം. ഞാനിപ്പോൾ ഒരു വേള കേൾക്കേണ്ട ഒരാളാണെങ്കിൽ ഒരു പക്ഷേ എന്നെ കൊണ്ട് കഴിയില്ല, ചൂടാണല്ലോ, പറ്റൂല, പഠിച്ചവനെ നാളെ നീരക്കം പിടിക്കുമല്ലോ എന്നെങ്കിലും വിചാരിക്കും. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ത്യാഗം ഇത് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് വന്നിരുന്നതാണ്. അൽഹംദുലില്ലാഹ്. അതിനെ ഞാൻ വളരെയധികം നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ ഈ ത്യാഗത്തിന് അർഹമായ നന്ദി ഞാനല്ല, അള്ളാഹു അത് നിങ്ങളോട് നന്ദി ചെയ്യുന്നു. അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാന സഅയുക്കും മഷ്കൂറാ, അള്ളാഹു സ്വീകരിക്കട്ടെ. ക്വാളിറ്റി ഉള്ളവരാണ്, ക്വാളിറ്റി ക്രൗഡ്. നല്ല ഒരു സംവിധാനങ്ങളും കാര്യവും ഏശയ്ക്ക് വെച്ച വലിയ പന്തലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നെന്ന് വരും. പക്ഷേ ഈമാനിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ, അതുകൊണ്ടാണ് നിങ്ങളിങ്ങോട്ട് എത്തിയത്. അത് ക്വാളിറ്റിയാണ്. ഹബീബായ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടതും അതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്, ജുലൈബീബേ, നിങ്ങൾക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാം. അൻസ്വാരി പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ്, അവളുടെ ഭർത്താവ് മരണപ്പെട്ട വിവരം നബി തങ്ങൾക്കറിയാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജുലൈബീബേ, അൻസ്വാരികളിൽപ്പെട്ട പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലിൻ. ചരിത്രം മുമ്പ് പറഞ്ഞ വിഷയമാണ്, അതുകൊണ്ട് ഞാനത് ദീർഘിപ്പിച്ച് പറയുന്നില്ല. അപ്പോൾ പെണ്ണിൻ്റെ വാപ്പയോട് ചെന്ന് പറഞ്ഞു, പുണ്യ നബി തങ്ങളൊരു കല്യാണ വിവരം പറഞ്ഞിട്ടുണ്ട്, വിവാഹാലോചന ചെയ്തിട്ടുണ്ട്, നബിയുടെ ഒരു പ്രപ്പോസൽ നിങ്ങളുടെ മോൾക്ക്. അതെയോ, കല്യാണം കഴിച്ചു കൊടുക്കോ? പിന്നെ നബി തങ്ങൾ പറഞ്ഞ പിന്നെ എന്താ പിന്നെ അവിടെ എന്ന് ചോദിച്ചു വാപ്പ. ആരാ പുതിയ പിള്ള? അത് ഞാൻ തന്നെയാന്ന് പറഞ്ഞു. അല്ലോ, ജുലൈബി നീയോ? എൻ്റെ മോൾക്കോ? അൻസ്വാരി പെണ്ണുങ്ങളിൽപ്പെട്ട തറവാടുള്ള എൻ്റെ മോൾക്ക് നിന്നെയാണോ? കാര്യം പറയും. നബി തങ്ങൾ നിന്നെയാണോ പറഞ്ഞയച്ചത്? അതെ, എന്നെ പുതിയാപ്പിളയെ പറഞ്ഞയച്ചതാ, എനിക്ക് കെട്ടിച്ചു തരുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെ ഇരിക്കട്ടോ, ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഈ മോള് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഉള്ളിന്ന്. ഭാര്യ പറഞ്ഞു,
ഭർത്താവ് പറഞ്ഞു, ആദ്യം സസ്പെൻസ് ആക്കി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രപ്പോസൽ ഉണ്ട് പെണ്ണെ, നിന്റെ മോൾക്ക് കെട്ടിച്ചു കൊടുക്കല്ലേ. ആരാ? ആയിക്കോട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രപ്പോസലോ, മാഷാ അല്ലാഹ്, അഹ്ലൻ വസഹ്ലൻ. ആരാ? ജുലൈബീബ്. പടച്ചോനെ, ജുലൈബീബ് അല്ലാത്ത ആരും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ഉമ്മ. വാപ്പാക്കും വേണ്ട, ഉമ്മാക്കും വേണ്ട. പക്ഷെ ഈ മോള് നല്ല മോളാണ്. അപ്പം അങ്ങനെ ഉണ്ടാവും. വാപ്പി ഉമ്മാക്ക് വല്ല ഈമാനൊന്നും വല്ല ഉഷാറില്ലെങ്കിലും മക്കൾക്ക് നല്ല ഈമാൻ കാണും. മോളിങ്ങനെ ഉള്ളെന്ന് കേട്ടിട്ടുണ്ട്. ഉമ്മാ, ഉപ്പാ, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ട് ജുലൈബീബിൻ്റെ മുഖത്ത് നോക്കി, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാണോ? അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞയച്ചതല്ലേ അത്? ഉമ്മാ, നിങ്ങൾ കേട്ടില്ലയോ ഖുർആൻ പറയുന്നത്, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളാഹും അവൻ്റെ റസൂലും ഒരു വിഷയം തീരുമാനിച്ച് ഉറപ്പിച്ചാൽ പിന്നെ നിങ്ങളാരും സ്വന്തഷ്ടം ചെയ്യരുത്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടമാണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹ് പറഞ്ഞത് കേട്ടില്ല ഉമ്മാ? ജുലൈബീബ് എത്ര ഭംഗിയില്ലെങ്കിലും റസൂലുള്ളാഹി കൊണ്ടുവന്ന ബന്ധമാണെങ്കിൽ എനിക്കത് മതി, എനിക്കത് പൊരുത്തമാണ്. സവ്വിജിനീ, ആ ജുലൈബിനെ കൊണ്ട് എന്നെ വിവാഹം ചെയ്യിച്ചോളൂ ഉമ്മാ, ഉപ്പാ, എനിക്ക് പൊരുത്തമാണ്. അതാണ് അൻസാരി പെണ്ണ്, അതാണ് യഖീൻ. അള്ളാഹുവിനോടും ഹബീബിനോടുമുള്ള സമ്മതപ്പെടലാണത്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഷാഫി ഇമാമിൻ്റെ ശിഷ്യൽപ്പെട്ട ഇമാമുൽ ഹുമൈദി തങ്ങൾ പറയുന്നുണ്ട്, സദസ്സിലേക്കൊരു മനുഷ്യൻ കയറി വന്നു. ആ മനുഷ്യൻ ഒരു മസ്അല ചോദിച്ചു ഇമാമിനോട്, ഷാഫിഈ തങ്ങളോട്. ഇമാം ഷാഫിഈ തങ്ങളുടെ മഖാമ് കിടക്കുന്നത് പരിശുദ്ധമായ ഖൈറോയുടെ പ്രധാന ഭാഗത്താണ്. അവിടുത്തെ വലിയൊരു ജുബ്ബാന, വലിയ ഖബർസ്ഥാനുണ്ട് ഖൈറോ നഗരത്തിൽ. ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ പോയവരുണ്ട്, സമര പോയിട്ടുണ്ടാവും. ഇമാം ഷാഫിഈ തങ്ങൾ അവിടെയാണ്. അവിടെ ഉസ്താദുണ്ട്. വഖീഅ ഇബ്നുൽ ജറാഹ് ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി. വഖീഅ തങ്ങളുടെ മഖാം അവിടെ തന്നെയാണ്. അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ കിടക്കുന്നതും ഈജിപ്തിലാണ്. ഷാദുലി ത്വരീഖത്തിൻ്റെ ഇമാം കിടക്കുന്നത് അവിടെയാണ്. അബുൽ അബ്ബാസിൽ മിർസി ഇവിടെ ബുർദ പാരായണം നടത്തിയില്ലേ ബുസരി ഇമാമിൻ്റെ? ആ ബൂസിരി ഇമാമ് കിടക്കുന്നത് ഈജിപ്തിലെ, പക്ഷേ കെയ്റോയിലല്ല, അലക്സാൻഡ്രിയയിൽ. ഒരുപാട് മഹാന്മാരുള്ള നാടാണ്. ഇരിക്കട്ടെ. ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞു, ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കദാ വകദാ. ആ വിഷയത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിധി ഇന്നതാണ്. ഇത്രങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, വമാ തഖൂലു അൻത. അയാൾ വലിയ അബദ്ധമാണ് ചോദിക്കണത്. എന്നാലും നിങ്ങളെ അഭിപ്രായം എന്താണ്? പഠിച്ചോനെ, ഇമാം ഷാഫിഈ തങ്ങൾക്ക് ദേഷ്യം വന്നില്ലേ? റസൂലുള്ളാഹി തങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായം എന്നതാന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഷാഫിമാനടുത്ത് ഇമാം ഷാഫിഈ തങ്ങൾ, നീ എന്താ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഖനീസയിലാണെന്നാണോ നീ വിചാരിച്ച്? ഖനീസ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ദേവാലയം. ഞാൻ നിൽക്കുന്നത് ഫീ ദൈരിൻ, ജൂതന്മാരുടെ മഠത്തിലാണെന്നാണ് നീ വിചാരിക്കണത്? അള്ളാഹിൻ്റെ മസ്ജിദിലല്ലേ ഇരിക്കണത്? എൻ്റെ കഴുത്തിൽ നീ ഒരു ജന്നാറ് കണ്ടോ എന്ന് പറഞ്ഞാൽ അന്നത്തെ നിരീശ്വരവാദികൾ അണിഞ്ഞിരുന്ന ഒരു പ്രത്യേകതരം കല്ലിൻ്റെ ഒരു മാലുണ്ട്. അതിട്ട നിരീശ്വരവാദികളാണ് അവിടെ എടുക്കുന്നത്. അതാണോ ഞാൻ എൻ്റെ കഴുത്തിൽ നീ കാണുന്നത്? അഖൂലു ലക ഖദാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിധി ഇന്നതാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോൾ നീ എന്നോട് ചോദിക്കുക, മാ തഖൂലു അൻത, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതിനപ്പുറം പറയാൻ ഷാഫിഈക്ക് പറ്റുമോ? റസൂലുള്ളാഹി പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞു തരൂ, അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റുമോ? അതാണ് മദ്ഹബിൻ്റെ ഇമാമുമാർ. ഇത് മദ്ഹബിനെ നിഷേധിക്കുന്ന ആ വിഷയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ കേട്ടോ. അല്ലാതെ ഈ നിർബന്ധം വാശിയും പിടിച്ചിട്ട് ഞങ്ങൾക്കെല്ലാം തിരിഞ്ഞു എന്ന് പറയുന്നവരോടല്ലേ. എന്താണ് മദ്ഹബ് എന്നറിയാത്തവർ. ഞാൻ മുസ്ലിമാണ്, ഷാഫിയും ഹനഫിയും ഒന്നല്ല, ഞാൻ മുസ്ലിം, നമ്മളൊക്കെ മുസ്ലിം തന്നെ. ഇമാം ഷാഫി തങ്ങൾ മുസ്ലിമാണ്, അബൂ ഹനീഫ തങ്ങൾ മുസ്ലിമാണ്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുസ്ലിമാണ്, ഇമാം മാലിക് ബിൻ അനസ് തങ്ങൾ മുസ്ലിമീങ്ങൾ. ഇവരൊക്കെ ഹിജറയുടെ 2-3 നൂറ്റാണ്ടിൽ കഴിഞ്ഞ, ഏറ്റവും നല്ല നൂറ്റാണ്ടിൽ കഴിഞ്ഞ മഹാന്മാരാണ്. അവർ വിധി പറഞ്ഞത് സ്വന്തം അഭിപ്രായമല്ല, ഹദീസിലും ഖുർആനിലും അവഗാഹം നേടി അവർ മനസ്സിലാക്കിയതായി പറഞ്ഞുതരാം. അതാണ് ഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ. ആ വിഷയത്തെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലായ ആശയം മുജ്തഹിദായ ഒരു ഇമാമിൻ്റെ അഭിപ്രായം എന്നതിനർത്ഥമുള്ളൂ. ഇമാം ഷാഫിഈ തങ്ങൾ അനുസരിക്കില്ല. ഒരു ഇബ്നു ഉസൈമീൻ ഇങ്ങനെ പറഞ്ഞു, ഇബ്നു ബാസിൻ്റെ മസല എന്നതാ, ഇബ്നു തൈമിയ്യ, പിന്നെ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത് ഇന്നതാണ്.
എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും, അവർ ഇത്തിബാ ചെയ്യും. പക്ഷേ ഷാഫി ഇമാമും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും അവർ പറഞ്ഞതിന് അവർ തറാവീഹ് 20 റക്അത്താണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറയും ബുഖാരി ഇമാമിൻ്റെ ഹദീസിലുണ്ടല്ലോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റിവായത്ത് റസൂലുള്ളാഹി തങ്ങൾ മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ, റമളാനിലും അല്ലാത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 റക്അത്തായിരുന്നു എന്ന് പറയുന്ന ഹദീസിൻ്റെ ആശയം എന്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വ്യാഖ്യാനവും നോക്കാതെ മുമ്പരെന്തു പറയും, ഹദീസ് ഇതാ പേജ് നമ്പർ ഇതാ, ഇത് സ്വഹീഹുൽ ബുഖാരിയാണ്, ഇതിനെതിരായി പറയുന്നത് 20. പൊന്നു ചങ്ങാതി, ഈ ഹദീസും ഇതിനപ്പുറമുള്ള ഹദീസും കണ്ടവരാണ് ഇമാം മാലിക് എന്നവരും ഇമാം ഷാഫിഈ തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ എന്നവരും. ഹദീസ് ബുഖാരി ഇമാമ വരുന്ന തന്നെ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെയും കാലശേഷമാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ പറഞ്ഞ വിഷയത്തിൽ തറാവീഹിൻ്റെ റക്അത്തിൻ്റെ എണ്ണത്തെ സംബന്ധിച്ച് വസ്വാസ് ഉണ്ടാക്കുക എല്ലാ കൊല്ലമുണ്ട്. ഈ റമളാനിലും കണ്ടല്ലോ ഒരു ചങ്ങാൻ്റെ വീഡിയോ വന്നിരുന്നു, ഒരു ഉസ്താദ് എന്തോ ഒരു പണ്ഡിതനാന്ന് തോന്നുന്നു, വേഷത്തിൽ ബുഖാരി ഇമാം ബുഖാരിയൊക്കെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സാധുക്കളും മനുഷ്യന്മാർ ചോദിക്കല്ലോ, അല്ലോ ബുഖാരി ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടാണോ ഇപ്പോൾ ഈ കളിക്കുന്നത്? വിവരമില്ലാത്തത് കൊണ്ടാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ആ ഹദീസല്ല, അതിനോടനുബന്ധമായ നൂറുകണക്കിന് സംഭവങ്ങളെ ഹദീസുകളെ പഠിച്ചതിന് ശേഷമാണ് 4 ഇമാമിയങ്ങളും തറാവീഹ് 20 എന്ന് പറഞ്ഞത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞതിൽ? റമളാനിലും അല്ലാത്തപ്പോഴും. ഇപ്പോൾ തന്നെ മനസ്സിലായി റമളാനിലെ തറാവീഹിനെ കുറിച്ചല്ല ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്. അല്ലെങ്കിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ വിഷയത്തിൽ മഹദിക്ക് അറിഞ്ഞ വിഷയം അത്രയേ ഉള്ളൂ. കാരണം റമളാനിലും അല്ലാത്തപ്പോഴും പറഞ്ഞില്ലേ, റമളാൻ അല്ലാത്തപ്പോൾ തറാവീഹ് ഉണ്ടാ. തറാവീഹിൻ്റെ ബാബിലാണ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരും. ഹദീസ് പണ്ഡിതന്മാർ അവരെന്താണോ അവർക്ക് ലഭിക്കുന്ന ഹദീസ് സ്വഹീഹായി ലഭിക്കുന്നത്, ഹസനായി ലഭിക്കുന്നത്, അവരുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത്, ആ ഹദീസ് അവർ ഉദ്ധരിക്കും. പക്ഷേ മസ്അല പറയുന്നത് ഹദീസ് പണ്ഡിതന്മാരല്ല, മസ്അല പറയുന്നത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാ. അവർക്കത് ഇടപെടാൻ കഴിയൂ. അവർ പറയും 20 റക്അത്താണ്, പിന്നെ എങ്ങനെയത് ശരിക്കുക? നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇമാം ഷാഫി തങ്ങൾ ഇവിടെ ആ മനുഷ്യനോട് പറയാം, ഞാൻ അള്ളാഹിൻ്റെ റസൂൽ ഇതാണ് പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇന്നതാന്ന് ചോദിക്കേ. എന്ത് ചോദ്യമാണ്? ഞാനെന്താ മുസ്ലിം അല്ലെന്നാണോ നീ വിചാരിച്ചത്? ഭയങ്കര ചോദ്യമല്ലേ ആ ചോദിച്ചത്. അപ്പോൾ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പ്രമാണങ്ങളെ വസ്തുനിഷ്ഠമായി പഠിച്ചതിന് ശേഷമാണ് തറാവീഹിൻ്റെ റക്അത്ത് 20 ആണെന്ന് 4 മദ്ഹബിൻ്റെ ഇമാം. ഇപ്പോൾ ഈ കൊറോണ വരെ മസ്ജിദുൽ ഹറാമിൽ 20 റക്അത്തല്ലേ നിസ്കരിച്ചത്? മക്കത്തും മദീനത്തും എല്ലാം വായിച്ചാൽ നിങ്ങൾ പോകുന്നതല്ലേ, നമ്മളൊക്കെ പോകുന്നതല്ലേ റമളാനിൽ. 20 കൊറോണ വന്നപ്പോൾ 10 റക്അത്ത്, 8 ഞാൻ അള്ളാഹ് കാത്ത്, 10 പിന്നെ 3 ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ അവർ ഹറമിലേക്ക് നോക്കൂ, തറാവീഹ് 10 പറയാൻ തുടങ്ങും. അവിടെ 20 1400 കൊല്ലം 20 1400 കൊല്ലം 20. ഇപ്പം 2 കൊല്ലം മുമ്പാണ് ഇത് 10 കൊറോണ സമയത്ത് ആളുകളുടെ ഒരുമിച്ച് കൂടേണ്ട ടൈം കുറക്കാൻ വേണ്ടി. കുറേ സമയം ഒരുമിച്ച് ആളുകൾ നിൽക്കണ്ടല്ലോ, അതിന് ഹെൽത്ത് ഹസാർഡ് വരുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ എന്തുകൊണ്ടോ അവരത് ഇപ്പം അങ്ങ് തുടർന്ന് കൊണ്ടുപോകും, ചിലപ്പോൾ മാറ്റിയേക്കാം. അവിടെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും അതുപോലെ തന്നെ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ ബുഖാരി ഇമാമിൻ്റെ ഹദീസ് എടുത്ത് കാണിച്ച മൂലയിൽ കാണില്ലേ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും 1400 കൊല്ലം 20 റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ കാലം മുതൽ ഇക്കാലം വരെ. അപ്പോൾ അവർക്ക് ബുഖാരി ഇമാമിൻ്റെ ഹദീസൊന്നും കണ്ടിട്ടില്ല. അവർ സൗദി പണ്ഡിതന്മാർക്ക് എന്തൊന്നും കാണാത്തതുകൊണ്ടാണോ? അതും ചോദിക്കണ്ടേ അവിടെ? ഓരോന്നും കണ്ടിട്ടില്ല ഈ ഹദീസ്. ബുഖാരി ഇമാമ് സ്വലാത്തു തറാവീഹിൽ ആയിഷ ബീവിൻ്റെ ഈ ഹദീസ് 8 റക്അത്ത് + 3 11 നിസ്കരിച്ചു എന്ന് പറയുന്നത് അവരാരും കാണാത്തത് കൊണ്ടാണോ ഇത്രയും കാലം നിസ്കരിച്ചത് 20? 4 മദ്ഹബിൻ്റെ ഇമാമുമാർ അവർ ചില്ലറക്കാരല്ല. അവർ പറയുന്നത് ദീനാണ്, അവർ പറയുന്നത് സ്വന്തം ഇഷ്ടമല്ല, അവർ പറയുന്നത് ഹദീസും ഖുർആനുമാണ്. പക്ഷേ നമുക്ക് പോലും വിശദമായി ഗഹനമായി പഠിക്കാൻ ആക്സസ് ഇല്ലാത്ത വിഷയം അവരുടെ അഗാധമായ അറിവിൻ്റെ വെളിച്ചത്തിൽ അവർ പഠിച്ചെടുത്തു, അത് സമൂഹത്തോട് പറഞ്ഞു കൊടുത്തു. ലോകം അതിനെ അംഗീകരിച്ചു. നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ആൾക്കാരെ പറയുന്നുള്ളൂ. ലോകത്ത് മുസ്ലിമീങ്ങളിൽ 95% എന്ന് ഞാൻ പറയട്ടെ മദ്ഹബ് അംഗീകരിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൂ ഈ ഒരു ഒച്ചപ്പാട്. ഒന്നും വേണ്ട, ഞങ്ങൾ മുസ്ലിമാണ്, ഷാഫി ഹനഫി അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഞാൻ മുസ്ലിമാണ്. നല്ല രസമല്ല, കേൾക്കാൻ രസമുള്ള വാക്കാണത്. പക്ഷെ അറിവില്ലായ്മയിൽ നിന്നാണ് ആ വാക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടായാൽ മതി. ഇമാം ഷാഫി ഞങ്ങൾ മുസ്ലിം അല്ല എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? അപ്പോൾ ഈ ബുഖാരി ഇമാമിൻ്റെ ഹദീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് സാധാരണക്കാരെ എന്ത് ചെയ്യേണ്ട? ബുദ്ധിമുട്ടിലും വസ്വാസിലുമാക്കരുത്. അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിൽ വിധി പറയും, നമുക്ക് വിധി പറയാൻ കഴിയില്ല. കാരണം അതിനിപ്പുറത്ത് വേറെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് വരും. തമീമുദ്ദാരി തങ്ങൾ നിസ്കരിച്ചത് 20 പറയുന്ന റിവായത്തിന് എന്ത് ചെയ്യപ്പോൾ ഉമർ തങ്ങൾ നബി തങ്ങൾ ചെയ്യാത്ത ഉമർ തങ്ങൾ ചെയ്യോ?
നബി തങ്ങൾ ചെയ്യാത്തത് ഉമർ തങ്ങൾ ചെയ്ത സ്വഹാബിമാർ ഉമർ എന്നവരെ വെച്ചേക്കും അവിടെ. അപ്പോൾ ഉമർ തങ്ങൾ 20 എവിടുന്ന് തെളിവ് കിട്ടി? ഹബീബായ നബി തങ്ങൾ ചെയ്തത്, സ്വഹാബികൾ കണ്ടത്, അവരറിഞ്ഞത്, ആ അറിവിൽ നിന്നാണ് ഉമർ എന്നവർ തമീമുദ്ദാരി തങ്ങളെ ഇമാമ് നിർത്തി 20 റക്അത്ത് നിസ്കരിപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ട്. ഒറ്റ ഹദീത്ത് മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യും? വസ്വാസാക്കും. അവരറിയാത്തത് കൊണ്ട് ഞാൻ മൂപ്പരെ കുറ്റപ്പെടുത്തല്ല. മൂപ്പരുടെ ആ മനുഷ്യൻ്റെ ആ ഒരു നല്ല താടിയും ഒക്കെ ഉള്ള ഒരു വലിയ മനുഷ്യനാണ് അത് പറഞ്ഞിരുന്നത്. എനിക്ക് ആളുടെ പേരൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ പ്രകാരം മൂപ്പർക്ക് തോന്നിയതിന് മൂപ്പരെപ്പോഴായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ അദ്ദേഹം അത് ജനങ്ങളുമായി പങ്കുവെച്ചു. പക്ഷെ അത് ഭയങ്കര വസ്വാസം ഉണ്ടാക്കും. ഇങ്ങനെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഹദീത്തിൽ നിന്ന് ഡയറക്റ്റ് പറയാൻ കഴിയില്ല. നമ്മളിപ്പോൾ വേദ പറയുന്നുണ്ട്, കർമ്മശാസ്ത്ര നിയമങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയാം, അത് ഫിഖഹിൻ്റെ കിതാബിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ. ഹദീത്ത് വരും, ആ ഹദീത്തിൻ്റെ മസ്അല നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കില്ല ഒരു മദ്ഹബിൻ്റെ ഇമാമിൻ്റെ വീക്ഷണം. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാവരുത് പറയാണ്. ഷാഫി ഇമാമിൻ്റെ മുമ്പിൽ വന്നിട്ട് മഹാനായ ഷാഫി തങ്ങളോട് നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് ചോദിച്ച മനുഷ്യനോട് ദേഷ്യപ്പെട്ടു ഇമാം ഷാഫി തങ്ങൾ. ഞാനെന്താ ക്രിസ്ത്യാനിയോ ജൂതനോ നിരീശ്വരവാദിയോ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഇരിക്കുന്നത് എവിടെയാണ്? അള്ളാഹിൻ്റെ പള്ളിയിലല്ലേ. ഇവിടെ നിന്ന് ഞാൻ പറയുമ്പോൾ ഖാല അല്ലാഹു വ ഖാല റസൂലുള്ളാഹ് എന്നല്ലാതെ ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? എൻ്റെ സ്വന്തം അഭിപ്രായം പറയണോ എന്ന് പറഞ്ഞ മനുഷ്യനോട് ദേഷ്യപ്പെട്ടത് അല്ലാമ ഹുമൈദി തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ. എന്തേ? അള്ളാഹും റസൂലും പറഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിച്ചു. സ്വഹാബിമാരെ വിഷയത്തിൽ തീരുമാനം പറഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിച്ചു. താബിഈങ്ങളും താബിഈങ്ങളും മുജ്തഹിദീങ്ങളായ ഇമാമുമാർ ഒരു വിഷയത്തിൽ ഒരു വിഷയം പറഞ്ഞാൽ സമിഅനാ വഅതഅനാ, അത് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകൾ പറയേണ്ടത് എന്താണ്? ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹും അവൻ്റെ റസൂലും ഇങ്ങനെയാണ് പറഞ്ഞത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹബീബായ നബി തങ്ങളുടെ വിധി ഇന്നതാണ്. ലിയഹ്കുമ ബൈനഹും, അവരുടെ ഒരു വിഷയത്തിൽ വിധി പറയാൻ പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. പല നാട്ടിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പല മഹല്ലുകളിലുണ്ടാവും, സംഘടനകളിലുണ്ടാവും, ലോകത്തെല്ലായിടത്തും ഉണ്ടാവും. എന്താ പറയേണ്ടത്? അല്ലാഹും റസൂലും അതേ ഒരു വിധി പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് യഖൂലൂ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു. നമ്മുടെ മെഹ്റാബിൽ നിന്ന് നമ്മുടെ ഖതീബുമാർ, നമ്മുടെ ഉസ്താദുമാർ, ദീനറിയുന്ന പണ്ഡിതന്മാർ വിഷയം പറഞ്ഞാൽ, വാതിൽ പറഞ്ഞു, പള്ളിയിൽ നിന്ന് പറഞ്ഞു, ഒരു മജ്ലിസിൽ വെച്ച് പറഞ്ഞു, ഒറ്റക്ക് ചോദിച്ചോ പറഞ്ഞു, അവർ പറയുന്നത് ദീനാണ്. ആ ബോധത്തോടുകൂടെയാണ് അവരതിനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ മറുത്തൊരഭിപ്രായമോ ഒരു മറുവാക്കോ പറയരുത്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നത്, അവരാണ് വിജയിക്കുന്നത്. സമിഅനാ വഅതഅനാ എന്ന് പറയണം. ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള യഖീൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ റബ്ബിനെ നമ്മൾ കാര്യങ്ങൾ ഭരമേൽപ്പിക്കും, അല്ലാഹുവിനെ ഏൽപ്പിക്കും. അത്രേ കഴിയുള്ളൂ. മനുഷ്യൻ്റെ കഴിവുകൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ ഹെൽമെറ്റ് ധരിച്ച് ലൈസൻസ് കയ്യിൽ വെച്ച് ബൈക്ക് ഓടിച്ചാലും ഇങ്ങോട്ട് വരുന്നൊരു കാറുകാരൻ്റെ വരവ്, ഒരു ബസ്സിൻ്റെ, ഒരു ട്രക്കിൻ്റെ വരവ്, അത് കൺട്രോൾ ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ലേ? അള്ളാഹുവിൻ്റെ കയ്യിലുള്ള വിഷയമാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മക്കളോട് ചൊല്ലാൻ പറയണം. നമ്മൾ ചൊല്ലണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറഞ്ഞിട്ടാണ് വീടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ പരമേൽപ്പിക്കുകയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നു റബ്ബേ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പോകുന്ന വഴി തിന്മയുടെ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. തെറ്റ് ചെയ്യാതിരിക്കാനും ബാങ്ക് വിളിക്കുന്നുണ്ടാവും, നിസ്കാരത്തിൻ്റെ ഇടങ്ങളുണ്ടാവും, ഇബാദത്ത് ചെയ്യാനും നന്മയിലേക്ക് ചെല്ലാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും അല്ലാഹുവേ നീ നൽകുന്ന സഹായമല്ലാതെ, നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊരു കഴിവുമില്ല റബ്ബേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബിസ്മില്ലാഹി
തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബൈജാ എൻ്റെ ഒരു നിങ്ങൾ കൊടുക്കണേ. നമ്മുടെ സദസ്സിലേക്ക് ഈ പരിപാടിയുടെ നമ്മുടെ സഹായത്തിന് വേണ്ടി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നഖമഴിഞ്ഞ് സഹായിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങളെ കഴിവിൻ്റെ പരമാവധി അത്രേ പറയൂ, ബാക്കി അള്ളാഹുവിനല്ലേ അറിയുള്ളൂ. നമ്മുടെ അബുദാബിയിലും അജ്മാനിലും ഷാർജയിലുമുള്ള കമ്മിറ്റിക്കാർ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുണിയും വായിച്ചാക്കാണിൻ്റെ കൂലി കിട്ടുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. പിന്നെ എയർപോർട്ടിലേക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ കുണിയിൽ നിന്ന് കണ്ണൂർ വരെ വന്ന് തിരിച്ച് ഇതുവരെ കൂടെ തന്നെ യാത്ര ചെയ്ത്, അത് ഞങ്ങൾ ആംബുലൻസ് പോലും പോരല്ല പോകുന്നത്. അള്ളാഹ് കാത്തതാണ് ഒരു തട്ടലും മുട്ടലും ഇല്ലാണ്ട് ഇങ്ങോട്ട് എത്തിക്കിട്ടിയത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരാണോ അള്ളാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത് അവർക്ക് അള്ളാഹു മതിയല്ലോ. നമ്മളത് ശരിക്കണ്ട് യഖീൻ, നമ്മൾ പറഞ്ഞില്ലേ, ഉറപ്പ് വേണം. സംശയിച്ചാൽ പോയി. ഉറപ്പാണ് നിങ്ങൾക്ക് അള്ളാഹു നമ്മുടെ വിഷയത്തിൽ പരിഹാരം തരും, അള്ളാഹു ആ വിഷയത്തിൽ ഇടപെടും എന്ന ഉറപ്പുണ്ടോ, നിങ്ങളുടെ തവക്കുലിന് അള്ളാഹു തആല ഫലം കാണിച്ചു തരും. പക്ഷെ നമ്മൾ തവക്കുലാക്കൽ എപ്പോഴാണെന്നറിയോ? ഈ എല്ലാ വഴിയും അടഞ്ഞാൽ ഇനിയിപ്പോൾ അള്ളാഹിനോട് പറയാം, അതിന് മുമ്പ് തന്നെ പറയണ്ടേ? എല്ലാ വഴിയും അടഞ്ഞു എന്നാലും പറയാം, അള്ളാഹു തആല സ്വീകരിക്കും. നേരെ മറിച്ചൊരു മുഅ്മിൻ ഏതൊരു വിഷയത്തിലും ഇസ്തിഖാറത്ത് ചെയ്യണമെന്നാണ്. ഇസ്തിഖാറയുടെ ദുആ ഖുർആനിലെ സൂറത്ത് പഠിക്കുന്ന പോലെ പഠിക്കണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക അല്ലാഹുമ്മ മിൻ ഫദ്ലികൽ അദീം. اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ودنياي وعاقبة أمري عاجله وآجله. തുടങ്ങി ആ ഒരു ഇസ്തിഖാറത്തിന്റെ ദുആയുണ്ട്. فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ ഞാനൊരു വിഷയത്തിലേക്ക് മുന്നിടുകയാണ്, ഇതെനിക്ക് ഖൈറാണെങ്കിൽ സാധിപ്പിച്ചു തരയണമേ, ഇതെനിക്ക് ഷർറാണെങ്കിൽ ദൂരത്താക്കി തരയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇസ്തിഖാറ ചെയ്യേണ്ടത്. ഏത് കാര്യത്തിനും. ഒരു കുട്ടിക്ക് കോളേജിലേക്ക് അഡ്മിഷന് പോവാൻ ഇസ്തിഖാറത്ത് ചെയ്യണം. ഒരു യാത്ര പോവാൻ ഇസ്തിഖാറ ചെയ്യണം. കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ മാത്രമല്ല ഇസ്തിഖാറ. ഏതൊരു അമല് ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന് 2 റക്അത്ത് നിസ്കരിക്കുക, ഇസ്തിഖാറത്തിൻ്റെ ദുആയും ചെയ്യുക. പിന്നെ നമ്മൾ നിയ്യത്ത് ചെയ്ത് ആ വിഷയത്തിലേക്ക് ഇറങ്ങുക, അള്ളാഹു ബർക്കത്ത് തരും. ഇസ്തിഖാറ കഴിഞ്ഞാൽ പിന്നെ സ്വപ്ന ദർശനം കിട്ടും, അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന എന്താണോ അതനുസരിച്ച് ചെയ്തേക്കാം. അള്ളാഹു അതിലൊരു ഖൈർ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഏതൊരു കാര്യവും. വിവാഹം ആലോചിക്കുന്നുണ്ട് കുട്ടികൾക്ക്, ഇസ്തിഖാറ ചെയ്യണം. ഒരു പുതിയാപ്പിള്ള ബന്ധം വേണോ വേണ്ടേ, ഖൽബിനുള്ളിൽ സംശയമുണ്ട്, അള്ളാഹു ഒരു തീരുമാനത്തിലേക്ക് അത് എത്തിക്കും. ഏത് കാര്യത്തിലും ഇസ്തിഖാറത്ത് വേണം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. സൂറത്തു ത്വലാഖാണത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആരാണോ അള്ളാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അവർക്ക് അള്ളാഹു മതി. ആരാ ഏൽപ്പിച്ചത് അവർക്കേത് കിട്ടുള്ളൂ എന്നാ. അങ്ങനെയാണ് നമ്മൾ പറയും. മരുന്ന് കുടിക്കുമ്പോൾ, ടാബ്ലറ്റ് കഴിക്കുമ്പോൾ, ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് കുടിക്കുമ്പോഴേ ആ ഗുളികയല്ല മാറ്റിത്തരുന്നത്. ആരാണ് മാറ്റിത്തരുന്നത്? അള്ളാഹുവാണ്. ഇതിൻ്റെ ഒരു കാരണമാണ്. എല്ലാ രോഗത്തിനും ഡോക്ടർമാരും മരുന്ന് തരും, മാറാതെ പോകണില്ലേ, രോഗി മരിക്കണില്ലേ? മരുന്നാണ് രോഗം മാറ്റുന്നതെങ്കിൽ രോഗിക്ക് ശിഫ കിട്ടണം. പക്ഷെ കിട്ടൂല. എന്തേ? ബോഡി വർക്ക് ചെയ്യണില്ല, ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയും ഡോക്ടർ. എന്താ കാരണം എന്നറിയോ? അള്ളാഹുവിൻ്റെ ഖളാ അവിടെ മറ്റൊന്നാണ്. എന്ത് കളിച്ചിട്ടും പിന്നെ കാര്യം ഉണ്ടാവില്ല. മരുന്ന് കഴിക്കണം, അത് കഴിച്ചിരിക്കണം, ഡോക്ടറെ കാണണം. ഇത് നബി തങ്ങൾ പറഞ്ഞ തദാവൗ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ മരുന്ന് കുടിക്കണം കേട്ടോ. തദാവൗ യാ ഇബാദല്ലാഹ്, മരുന്ന് വേണ്ടെന്ന് പറയരുത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഈമാനുള്ള മഹാനാണ്. മഹാനവറുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരെ കൊണ്ടൊന്നും കഴിയില്ല. അത് മരുന്ന് കഴിക്കണം, ഡോക്ടറെ കാണിക്കണം, ഇതിലൊന്നും പ്രയാസമില്ല, സുന്നത്താണ്. പുണ്യ നബി തങ്ങൾ പറഞ്ഞല്ലേ ഇത്, ഡോക്ടറെ കാണിക്കണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. തദാവൗ യാ ഇബാദല്ലാഹ് ഫഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വവളഅ ലഹു ദവാ. There is no disease but there is a cure for it. ഏത് രോഗത്തിനും ശമനമുണ്ട്, അതിന് മെഡിസിൻ ഉണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അതറിയുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് അറിയില്ല.
ഏത് രോഗത്തിനും മരുന്നുണ്ട്, ഇല്ലൽ ഹറം വൽ മൗത്ത്, മരണത്തിനും വാർദ്ധക്യത്തിനും മരുന്നില്ല. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാത്തിനൊക്കെ മരുന്നുണ്ട്, നിങ്ങൾ മരുന്ന് കഴിക്കണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു. തങ്ങളെ ഡോക്ടർ വന്ന് ചികിത്സിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കുഴപ്പം? ഡോക്ടർമാരെ നബി തങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡോക്ടർമാരുടെ ഒരു വിഷയം നമ്മൾ മാലിക് ദീനാർ നമ്മുടെ മഖാമിൻ്റെ ഇപ്പുറത്ത് ആ ഗ്രൗണ്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഡോക്ടർമാരും ചികിത്സയും അതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്ന വിഷയങ്ങളൊക്കെ വലിയ സേവനമാണ് അവർ ചെയ്യുന്നത്, ഡോക്ടർമാരും നഴ്സുമാരൊക്കെ. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അശ്അരികളിൽപ്പെട്ട 3 മഹാന്മാർ, അബൂ മൂസൽ അശ്അരി തങ്ങൾ, അബൂ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ആമിറുൽ അശ്അരി, 3 പേർ അശ്അരികളൊക്കെ യമനികളാണ്. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ. തത്വജ്ഞാനം യമനിൻ്റേതാണ്, ദീനിൻ്റെ അറിവ് യമനിൻ്റേതാണ്, ഈമാൻ യമനികളുടെ ഈമാനാണ് ഏറ്റവും നല്ല ഈമാൻ എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ. യമനി പണ്ഡിതന്മാർ, അവരിൽ വലിയ അഗാധമായ അറിവുള്ള ആളുകളുണ്ട്, അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്ക് വന്നു അവർ. അബൂ മൂസ, അബൂ മാലിക്, അബൂ ആമിർ അശ്അരീൻ, ഇവരൊക്കെ അശ്അരികളാണ്. അബൂ മൂസൽ അശ്അരി, അബൂ മാലിക്കുൽ അശ്അരി, അബൂ ആമിർ അശ്അരി, ഇവരൊക്കെ മദീനയിലേക്ക് വന്നു. വന്ന സമയത്ത് കയ്യിൽ ഭക്ഷണമില്ല. ഖദ് അർമലൂ മിനസ്സാദ്, എല്ലാ ഭക്ഷണവും തീർന്നു പോയിട്ടുണ്ട്. യാത്രക്കാരാണ് അവർ, യമനിൽ നിന്ന് വരികയാണ്. പക്ഷെ അവർ വന്നത് എത്യോപ്യ വഴിയായിരുന്നു. അവർ സ്വഹാബികൾ ഒരുപാട് ആളുകൾ എത്യോപ്യയിലേക്ക് വന്നിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ അവർ അതിനിൽ നിന്ന് ബാബുൽ മന്ദിബ് കടലെടുക്കുന്നുണ്ട്. അവിടെ ബാബുൽ മന്ദിബ്, സ്ട്രൈറ്റ് ഓഫ് ബാബുൽ മന്ദിബ്, ഇന്ത്യൻ മഹാസമുദ്രവും ചെങ്കടലും കൂടി ചേരുന്ന കടലെടുക്ക്, അവിടെ നേരെ ക്രോസ് ചെയ്ത ആഫ്രിക്കയാണ്. അപ്പോൾ സ്വഹാബിമാർ അവിടെ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എന്ന തങ്ങളാണവർ, സ്വഹാബിയാണ്, അഹ്ലു ബൈത്താണ്, മഹാനവറുകളും സ്വഹാബികളൊക്കെ അവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അബൂ മൂസൽ അശ്അരി തങ്ങളും അബൂ മാലിക് എന്നവരും അബൂ ആമിർ എന്നവരും കൂടെ വേറെയും ആൾക്കാരുണ്ട്. അവരൊക്കെ എത്യോപ്യയിൽ പോയി ഈ സ്വഹാബിമാരെ കണ്ട് അവരുടെ കൂടെയാണ് പിന്നെ മദീനയിലേക്ക് വന്നത്. ഹിജറ 6-ാം വർഷം എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മദീനയിലേക്ക് നബി തങ്ങൾ എത്തി 6-ാമത്തെ കൊല്ലമാണ് അവരെത്തുന്നത്. ആ കൂട്ടത്തിലാണ് ഉമ്മു ഹബീബ ബീവി, നബി തങ്ങളുടെ ഭാര്യയാണ്, അബൂ സുഫിയാൻ എന്നവരുടെ മോളാണ്. അന്ന് അബൂ സുഫിയാൻ അവർ മുസ്ലിം ആയിട്ടില്ല. അവരടക്കം മദീനയിലേക്ക് എത്തുന്നത് അപ്പോഴാണ് റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ഈ അശ്അരികളുടെ കയ്യിലൊന്നും ഭക്ഷണമില്ല, മിസ്കീന്മാരാണ്. റസൂലുള്ളാഹി നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, നബിയെ ഞങ്ങൾക്ക് ഭക്ഷണം വേണം. അതാണ് എന്ത് വിഷമങ്ങളും ഹബീബിനോട് അവർ ഷെയർ ചെയ്യും, എന്ത് പരാതികളും. യാ റസൂലല്ലാഹ്, ഭക്ഷണമില്ല നബിയെ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, അതുകൊണ്ട് ഭക്ഷണം വേണം എന്ന് നബി തങ്ങളോട് പറയാൻ ഒരാളെ പറഞ്ഞയച്ചതാണ്. ആള് നബിൻ്റെ അടുത്തേക്ക് വരുന്നു. ഹബീബായ നബി തങ്ങളുടെ വാതിൽക്കലേക്ക് എത്തിയപ്പോൾ നബി തങ്ങൾ ഓതുന്ന ഒരു ഓത്ത് കേട്ടു. എന്താ ഓതുന്നത്? സൂറത്ത് ഹൂദാണത്. വമാ മിൻ ജാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. ആരാ ഓതുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇതിനർത്ഥം? അപ്പോൾ സ്വഹാബി നബിയോട് ഭക്ഷണം വേണമെന്ന് പറയാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ തങ്ങൾ ഈ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർള്, ഭൂമിയിൽ ജീവനുള്ള വായയുള്ള ആമാശയമുള്ള ഏത് ചെറുതും വലുതുമായ ജീവിക്കും, മനുഷ്യനും മൃഗത്തിനും, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അവർക്ക് വായ കീറി കൊടുത്തവനാരോ അവൻ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും, പേടിക്കണ്ട. വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, അവരുടെ താമസം എവിടെയാണ്, അവരുടെ ഖബർ എവിടെയാണ്, ഇത് അല്ലാഹുവിനറിയാം. വീട് മവ്വലിലാണ്, ഖബർ മവ്വലിൽ തന്നെ ആവോ ഒന്നും നമുക്കറിയില്ല. വേറെവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ അവിടെ എവിടെ എങ്ങാനും വെച്ച് മരിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ മറവയ്യും. നമ്മുടെ വീടെവിടെയാണ്? മുസ്തൗദഅഹ, നമ്മളിനി നാളെ അടക്കം ചെയ്യുന്ന സ്ഥലം എവിടെയാണ്, അതാണ് ഖബർ. എവിടെയാണ് അല്ലാഹ്ക്കേ അറിയുള്ളൂ. നമ്മൾ ഖബർ കുഴിച്ച് വെക്കാം നാട്ടിൽ, കഴിഞ്ഞ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഖബറിൽ തന്നെ വന്ന് കിടക്കുന്ന ഉറപ്പൊന്നുമില്ല. അങ്ങനെയല്ലേ? മക്കത്ത് പോയി അവിടെ നിന്ന് മരിച്ചു എന്ന് വിചാരിക്കുക, അവിടെ മറവ് ചെയ്യും. അതല്ല, അതിൽ ഹൈറായ സ്ഥലം എവിടെയുള്ളത്? മദീനയുണ്ട്. മദീനയും മക്കയും കഴിഞ്ഞ പിന്നെ എന്താ? അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ. മൗലാന മുഹമ്മദ് അലി ജൗഹർ ലണ്ടനിൽ നിന്ന് വരുന്ന സമയത്ത് മരിക്കുകയാണ്. ഒന്നുകിൽ ഇന്ത്യയിലേക്ക് എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യണം,
അപ്പം അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് ഇന്ത്യയുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലേക്ക് എൻ്റെ മയ്യത്ത് കൊണ്ടുപോകാൻ കഴിയില്ലേ, നിങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് എൻ്റെ മയ്യത്ത് കൊണ്ടുപോയി അവിടെ മറവ് ചെയ്യണം. മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ വസിയത്താണ്. ഇംഗ്ലീഷുകാർ വാക്ക് പാലിക്കാൻ ഉഷാറാണല്ലോ. ആ മയ്യത്തും കൊണ്ടവർ നേരെ മെഡിറ്ററേനിയൻ കടലിൽ കടന്ന് ജെറൂസലേമിൽ വന്നു. ഇന്ന് മസ്ജിദുൽ അഖ്സയിൽ ഖിബ്ല എങ്ങനെയാണ് എന്ന് സങ്കല്പിച്ചാൽ, ഖുബ്ബത്തു സുഹറ എന്ന് പറഞ്ഞ് മെഹറാജ് പോയ പാറൻ്റെ പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഇടത് ഭാഗം സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നാൽ അവിടെ കുറച്ച് ഖബറുണ്ട്. അതിൽ കാണാം ഹാദാ ദുരീഹ് മുഹമ്മദ് അലി ജൗഹർ അൽ ഹിന്ദി, ഇന്ത്യക്കാരനായ മുഹമ്മദ് അലി ജൗഹറിൻ്റെ ഖബറാണ്. നമുക്കവിടെ ചെന്ന് ജനലിനടുത്ത് ഒന്ന് ദുആ ചെയ്യാൻ പറ്റും. അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തതാ. ഇന്ത്യക്കാരനാണ്, പക്ഷേ മുസ്തൗദ അല്ല വെച്ചത് ജെറൂസലേമിലാണ്, മസ്ജിദുൽ അഖ്സൻ്റെ മുമ്പിലാണ്. യഅലമു മുസ്തഖറഹ വ മുസ്തൗദഅഹ. ഇതാണ് അള്ളാഹുവിൻ്റെ വിളിയാള്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഇനി എവിടെയാണ് നിങ്ങളെ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത്, ഇതൊക്കെ അള്ളാഹുവിനറിയാം. കുല്ലും ഫീ കിതാബിൻ മുബീൻ. എല്ലാം വ്യക്തമായ രേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എല്ലാം അള്ളാഹ്ക്കറിയാം. അപ്പോൾ ഈ സ്വഹാബിയെ കേൾക്കുകയാണ്, എല്ലാ ജീവികൾക്കുമുള്ള ഭക്ഷണം അള്ളാഹിൻ്റെ അടുത്തുണ്ട്. അപ്പം നമ്മൾ യമനികളായ അശാരി ജീവികൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിസ്സാരമല്ലേ, നമ്മുടെ ഭക്ഷണം അള്ളാഹ് ഏറ്റെടുത്തു എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് മിണ്ടാണ്ട് ഞാൻ നബിയോട് ഇനി ഒന്നും പറയില്ല എന്ന് പറഞ്ഞത് തിരിച്ചു പോരാണ്. തങ്ങളോട് ഭക്ഷണം വേണമെന്ന് പറയാനാണ് ചെല്ലുന്നത്. അള്ളാഹ് ഭക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന ആയത്താണ് നബി ഞങ്ങൾ ഓതുന്നത്. പിന്നെ അവിടെ ചെന്ന് ഭക്ഷണം തരി നബി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്തു, വേഗം തിരിച്ചു പോന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹിന്റെ മുമ്പിൽ അത്ര നിസ്സാരമായ ജീവികളല്ലല്ലോ അശ്അരികളായ ഞങ്ങൾ യമനികൾ. അള്ളാഹു നമ്മളൊക്കെ നോക്കുമല്ലോ. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നില്ല, നേരെ പോന്നു തൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക്. അവരോട് പറഞ്ഞു, അബ്ശിറൂ, സന്തോഷിച്ചോളൂ, അതാകുമുൽ ഗൗസ്, ഗൗസ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹായം വന്നിരിക്കുന്നു, പേടിക്കണ്ട കേട്ടോ, സന്തോഷിച്ചോളൂ, അള്ളാഹിൻ്റെ സഹായം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞു, തങ്ങളെ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഇപ്പോൾ കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവർ മിണ്ടാണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാള്, ഒരു ഭക്ഷണത്തളിക നിറയെ ഭക്ഷണവും അതിൽ മാംസവുമുണ്ട്. 10-15 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. അവരത്ര ആളുകളൊന്നുമില്ല. ആ തളികയും കൊണ്ട് 2 ആളുണ്ട് വന്ന് വാതിൽക്ക് മുട്ടുന്നു. അപ്പം അവർ വാതിൽ തുറന്നെടുത്തു. ഭക്ഷണം വെച്ചാൽ അവർ ഉറപ്പിച്ചു നബി തങ്ങൾ കൊടുത്തയച്ചതാ. കൂടുതൽ ആൾക്കാരോട് കഥ പറഞ്ഞിട്ടില്ലല്ലോ. അവരൊക്കെ ഭക്ഷണം കഴിച്ചു. ഹത്താ അകലൂ മിൻഹാ മാ ശാഉ, വേണ്ടത്ര നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. അവർ വലിയ യാത്ര കഴിഞ്ഞ് വരല്ലേ, ഈ പായക്കപ്പലിലൊക്കെ ഉള്ള യാത്രയല്ലേ. അവർ വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നു. അവർ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഭക്ഷണം നമ്മൾ ഇവിടെ വെച്ച് കേടുവരുത്തണ്ടല്ലോ, തങ്ങളുടെ അടുത്ത് ഒരുപാട് അതിഥികൾ വേറെ വരുമല്ലോ, അതുകൊണ്ട് ഈ ഭക്ഷണത്തിൻ്റെ ബാക്കി നിബിതങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. ലൗ അന്നാ റദദ്നാ ഹാദാ തുആമ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ളീ ബിഹി ഹാജ. തങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾക്കോ തങ്ങൾക്കോ ആവശ്യമുള്ള ഭക്ഷണം ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഇത് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ആ 2 ആളോടും പറഞ്ഞു, ഈ ഭക്ഷണം അല്ലാഹുവിൻ്റെ റസൂലിന് കൊണ്ടുപോയി കൊടുക്കൂ, ഞങ്ങൾക്ക് ആവശ്യമായത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവരാ ഭക്ഷണം ഇട്ട് പോയി കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ച റാഹത്തായി അവർ നബിയെ കാണാൻ വേണ്ടി വരിക. യമനെന്ന് വന്നതല്ലേ, ആദ്യം ഒന്ന് വിശ്രമിക്കും. അങ്ങനെയുള്ള ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കും, ഒന്ന് ബാത്റൂം പോകും, ഡ്രസ്സൊക്കെ ഒന്ന് മാറും, എന്നിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അങ്ങനെ കടന്നു വരാൻ പറ്റുമോ? ഒന്ന് വൃത്തിയായിട്ടല്ലേ വരാൻ കഴിയുള്ളൂ. അപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും, ഒന്ന് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് വൃത്തിയായി റാഹത്തായി നബിനെ കാണാൻ വേണ്ടി വരിക. നബിയോട് പറയാണ്, യാ റസൂലല്ലാഹ്, മാ റഅയ്നാ തുആമൻ അക്സറ വലാ അത്യബ മിൻ തുആമിൻ അർസൽത ബിഹി. നബിയെ, അങ്ങ് കൊടുത്തയച്ച ഭക്ഷണത്തിനോളം നല്ല ബറക്കത്തുള്ള രുചിയുള്ള നല്ല ഭക്ഷണം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നബിയെ. എന്തോ ഒരു നല്ല ഭക്ഷണം നബി അങ്ങ് കൊടുത്തയച്ചത്. തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തയച്ചിട്ടില്ലല്ലോ. മാ അർസൽതു ലക്കും തുആമാ, ഞാൻ കൊടുത്തയച്ചില്ലല്ലോ. അതായിരുന്നതിൻ്റെ ശരി. കാരണം ആ സ്വഹാബി തങ്ങളോട് പറഞ്ഞിട്ടില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഏത് കുഞ്ഞിനും വലിയവർക്കും ചെറിയവർക്കുമുള്ള ഭക്ഷണം അല്ലാഹ് ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ മുതലാളിമാരുടെ കയ്യിൽ കൊടുക്കും, പാവപ്പെട്ടവർക്ക് അവർ വിതരണം ചെയ്യണം. അത് മുതലാളിമാർ പിടിച്ചു വെച്ചാൽ അവർ കുറ്റക്കാരാണ്. ലോകത്ത് എല്ലാ മനുഷ്യർക്കുമുള്ള ഭക്ഷണം ഈ ഭൂമിയിലുണ്ട്. വലിയ അത്ഭുതമാണ്. ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ വരുന്നേ എന്ന് പറഞ്ഞ് ഒച്ചപ്പാട് തുടങ്ങി 1990 മുതൽ 2000 വരുമ്പോഴേക്കും ജനസംഖ്യാ വിസ്ഫോടനം
ജനങ്ങളെ കൊണ്ട് ഭൂമിയിൽ നിറഞ്ഞിട്ട് തിന്നാൻ ഭക്ഷണം ഉണ്ടാവില്ല. ഈ കാണുന്ന വയലും പാടം തന്നെയല്ലേ ഉള്ളൂ. ഇപ്പോഴുള്ള ആൾക്കാർക്ക് തിന്നാനുള്ള ഭക്ഷണം. ഇനിയിപ്പോൾ ഈ ജനസംഖ്യയിന് ഡബിളായി കഴിഞ്ഞാൽ 6 ബില്യൺ 7 ബില്യൺ ആളുകൾ ഭൂമുഖത്ത് ജീവിച്ചാൽ ഇവിടെ ഭക്ഷണത്തിന് വകണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ വരികയാണ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ വിസ്ഫോടനം. അതൊക്കെ അള്ളാഹു തിരുത്തിയില്ലേ? അത്രയ്ക്ക് ഏറെ ഭക്ഷണമല്ലേ ഇപ്പോൾ എല്ലായിടത്തും ഭക്ഷണം കൂടിയേക്കല്ലേ? അള്ളാഹുവിൻ്റെ റിസ്ക് അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ചു എല്ലാവരും ആളെണ്ണം കൂടിയ ഭക്ഷണം ഉണ്ടാവില്ല. ആളെണ്ണം എത്ര റെസ്റ്റോറൻറ്റും എത്രയാ ഭക്ഷണങ്ങൾ. പക്ഷേ ചില നാടുകൾക്കത് കിട്ടുന്നില്ല. ആ ഭക്ഷണം ഭൂമിയിൽ അത് ഇറക്കിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കേണ്ടവർ കൊടുക്കാതെ പിടിച്ചു വെച്ചതുകൊണ്ട് അലീതങ്ങൾ അത് വിശദമായി പറഞ്ഞു. ഭൂമിയിൽ ഒരാളും പട്ടിണി കിടന്ന് മരിക്കണില്ല. അവർക്ക് പട്ടിണിയില്ലാതെ കഴിയാനുള്ള ഭക്ഷണം അള്ള ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. മനുഷ്യനോട് ചെയ്യേണ്ട മര്യാദ ചെയ്യാത്തതിൻ്റെ പേരിൽ, ആളുകൾ ഭക്ഷണം കുമിഞ്ഞുകൂട്ടുന്നതിൻ്റെ പേരിൽ, അവരെ സ്വന്തമാക്കി വെക്കുന്നതിൻ്റെ പേരിൽ, ജനങ്ങൾക്ക് കൊടുക്കാത്തതിൻ്റെ പേരിൽ, ദാനം ചെയ്യാത്തതിൻ്റെ പേരിൽ, സഹായിക്കാത്തതിൻ്റെ പേരിലാണ് അവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നത്. ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ല. ഭക്ഷണം ഓരോ മനുഷ്യനും ആവശ്യമായത് റബ്ബ് തആല ഇറക്കിയിട്ടുണ്ട്. അത് ലോകത്ത് എല്ലാവരും സോഷ്യോളജിസ്റ്റുകളൊക്കെ അംഗീകരിക്കുമല്ലോ. ഭക്ഷണം അവൈലബിൾ ആണ്. പക്ഷെ ചിലയിടത്ത് ധൂർത്ത നടക്കുന്നത്, ചിലയിടത്ത് ദാരിദ്ര്യമാണ്. ഈ ധൂർത്ത് ചെയ്യുന്നത് ദാരിദ്ര്യമുള്ള നാട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ധാരാളമാണത്, പക്ഷെ ചെയ്യുന്നില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. തങ്ങൾ പറഞ്ഞു മാ അർസൽതു ഇലൈക്കും തുആമാ. റസൂലുള്ളാഹി തങ്ങളിത് പറഞ്ഞപ്പോൾ അവരൊക്കെ അത്ഭുതപ്പെട്ടു. നബിയേ, ഞങ്ങളുടെ കൂട്ടുകാരൻ അങ്ങയുടെ അരികത്തേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ, ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം അയാൾ വന്ന് പറഞ്ഞില്ലേ? തങ്ങൾ പറഞ്ഞു ഇല്ലല്ലോ. അപ്പം പിന്നെ എവിടുന്നാ ഭക്ഷണം വന്നത്? തങ്ങൾ പറഞ്ഞു ഞാൻ കൊടുത്തയച്ചതല്ല. ഫഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു ദാക ശൈഉൻ റസഖകുമൂഹു അല്ലാഹു തആല. അല്ലാഹു നിങ്ങൾക്ക് തന്ന ഭക്ഷണമാണത്. അല്ലാഹ് ആരെക്കൊണ്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. ആ വന്ന 2 ചെറുപ്പക്കാർ ഒരുപക്ഷെ അല്ലാഹുവിൻ്റെ മലക്കുകളായിരിക്കാം, മനുഷ്യരൂപത്തിൽ വന്നത്. അല്ലാഹ് നിങ്ങൾക്ക് തന്നു. എന്തേ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ആ ഒരു ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി നഷ്ടപ്പെട്ട മനുഷ്യൻ കരയരുത്. കച്ചവടം നഷ്ടമായി, പൈസ നഷ്ടമായി, എൻ്റെ റിസ്ക് പോയല്ലോ എന്ന് പറയല്ലേ. അള്ളാഹ് കണക്കാക്കിയത് അവിടെ സംഭവിച്ചു. പാഠം പഠിക്കേണ്ടത് പഠിക്കണം, ശരിയാണ്, തെറ്റുകൾ തിരുത്തണം. പക്ഷേ എൻ്റെ റിസ്ക് അവിടെ അവസാനിച്ചു എന്ന് പറയരുത്. അള്ളാഹു നിങ്ങളുടെ റിസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നിങ്ങൾക്ക് വേണ്ട ജോലിയും നിങ്ങൾക്ക് വേണ്ട കച്ചവടവും നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും അള്ളാഹുവിൻ്റെ ഖജനാവിലുണ്ട്. ഒരു കമ്പനിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വിചാരിക്കുക, അടുത്ത കമ്പനി നിങ്ങളെ തുറന്ന് കാത്തിരിക്കുന്നുണ്ട്. ഗൾഫിൽ പണി പോയി, നാട്ടിൽ പണി ഉണ്ടാവും. നാട്ടിൽ പണി പോയി, ഗൾഫിൽ പണി ഉണ്ടാവും. വേറെ എവിടെയെങ്കിലും കാണും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അള്ളാഹുവിൻ്റെ തർത്തീബ്. ഇത് മുഅ്മിനായ മനുഷ്യൻ്റെ ഖൽബിൽ വേണം. അല്ലാത്തൊരു പേടിക്കും. പഠിച്ചോനെ എനിക്ക് പെൻഷൻ ആവാനായി, എന്തായിരിക്കും എൻ്റെ പെൻഷൻ കാലാവസ്ഥ? നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അപ്പം കാണാമെന്നല്ലാണ്ട് എന്തേ? അള്ളാഹുലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു ഒരു വഴി കണ്ടിട്ടുണ്ടാവും. മക്കളെ കാത്തിരിക്കേണ്ട, മക്കളിലൂടെ നമുക്ക് ആശ്വാസം കിട്ടുമെന്നും വിചാരിക്കേണ്ട. തവക്കുല് മക്കളുടെ മേലല്ല, തവക്കുൽ ആരുടെ മേലാണ്? അള്ളാഹുവിൻ്റെ മേലാണ് തവക്കുലാക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ടിൻ്റെ മേലല്ല തവക്കുലാക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് തീർന്നാൽ പിന്നെ ഇവരുടെ വയറിന് കത്തിക്കാളൽ വരും. എന്തേ? ആകെ തവക്കുലാക്കിയത് ബാങ്കിലാണ്, അത് വയസ്സ് പോയല്ലോ എന്ന് പറയും. തവക്കുൽ അള്ളാഹുവിൻ്റെ മീതെയാണ്. പടച്ചവനെ നിന്നെ ഏൽപ്പിച്ചു റബ്ബേ ഞാൻ. ഇത് കൽബ് കൊണ്ട് നിങ്ങൾ ചെയ്യും. ഞാൻ ഈ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ലേ, നിങ്ങൾ വെറുതെ കേട്ടു പോയിട്ടും കാര്യമില്ല, വേസ്റ്റ് ആക്കണ്ട ഈ ടൈം. കൽബ് കൊണ്ട് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ അത്ഭുതം കണ്ണിൽ നിങ്ങൾ കാണും, നിങ്ങൾ കണ്ടിരിക്കും. അത് ദുന്യാവെന്ന് അനുഭവിച്ചിട്ടുള്ളവനെ എപ്പോഴും അനുഭവിക്കാൻ നേരം ഉണ്ടാവുക. മരിക്കേണ്ടുമെങ്കിൽ അറിയണ്ടേ അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് റബ്ബൻ്റെ കാര്യം. ആർക്കെങ്കിലും അങ്ങനെ അനുഭവമുള്ളവരെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ കുടുങ്ങിയിട്ട് പ്രയാസപ്പെട്ടിട്ട് നിങ്ങളറിയാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ പരിഹാരം എത്തിച്ചു തന്നു. അല്ലെങ്കിൽ ഡോക്ടർ മടക്കി വിട്ട് രോഗം ശിഫയാവില്ല, നിങ്ങൾ പോയി ദുആ ചെയ്തു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മഹാന്റെ സാന്നിധ്യത്തിൽ, ഒരു ഹദറത്തിൽ, ഒരു മഖാമിൽ നിന്നുകൊണ്ട് ദുആ ചെയ്തു, അള്ളാഹു അത് സ്വീകരിച്ചു. അനുഭവമുള്ളവരൊന്ന് കൈവയ്ക്കട്ടെ. മാഷാ അല്ലാഹ്, ആളുകളുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. നമുക്കത് ഈമാനോട് കൂടും, ഈമാൻ വർദ്ധിക്കും. നമ്മൾ വെറുതെ അങ്ങനെ വിചാരിക്കേണ്ട ഉണ്ടോന്ന് ഇസ്ലാമിന് പുറത്തു പോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അസ്തിത്വം മാത്രമല്ല, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈമാൻ ഉണ്ടാവുക. അല്ല അള്ളാഹ് അവിടെ ഉണ്ട്, നമ്മളിവിടെ ഉണ്ട്, അതാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതും നിങ്ങളെ ഒരാൾ ചീത്ത വിളിച്ചു എന്ന് വിചാരിക്കുക, ആ മനുഷ്യൻ്റെ നാക്കിലൂടെ നിങ്ങളത് കേൾക്കാൻ കാരണമായത് അള്ളാഹു അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പക്ഷെ അയാളത് ചെയ്താൽ അയാളുടെ നിയ്യത്തിന് ശിക്ഷയുണ്ടായിരിക്കും. പക്ഷെ ആ പണി നടന്നത് അള്ളാഹുവിൻ്റെ ഒരു ഖളാ ആണ്. നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഖൈർ കിട്ടാനോ അള്ളാഹു അവിടെ ഇടപെട്ടതാണ്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഒരു ആക്സിഡന്റ് ഉണ്ടായി, പാഠം ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ മരിച്ചുപോയി, ചിലപ്പം വളരെ ഫേറ്റൽ ആക്സിഡന്റ്, ഒരു മാരകമായ മുറിവുകളേറ്റെന്ന് വന്നേക്കാം. അള്ളാഹുവിൻ്റെ ഒരു ഹുക്കുമും ഒരു ഖളാഉം അവിടെ സംഭവിച്ചു. അപ്പുറത്തെ ആൾ വണ്ടി ഓടിച്ചത് കള്ളുടിച്ചിട്ടായിരിക്കും, മയക്കുമരുന്ന് അടിച്ചിട്ടായിരിക്കും, അത് വേറെ വിഷയം. അള്ളാഹുവിൻ്റെ ഖളാ നിങ്ങളിൽ സംഭവിച്ചതാണ്. ഈ മതിൽമന്ദിര കുട്ടിനെ തള്ളിയിട്ടൊരു കുട്ടി മരിച്ചു, അതൊരു മരണമാണ്. കുട്ടി സ്വന്തമായി വീടിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു, അതും ഒരു മരണമാണ്. വണ്ടിയിടിച്ച് മരിച്ചു, അതും മരണമാണ്. ഇവിടൊക്കെ മരിപ്പിച്ചതാരാ? അള്ളാഹുവാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? വണ്ടിയിടിച്ച് വന്നാൽ പിന്നെ ഡ്രൈവർ തച്ചു കൊല്ലുക, മതിൽ വന്ന് കുട്ടി ചാടി വീണതാണെങ്കിൽ പിന്നെ നിറൊഴിച്ചു പോവുക, പിന്നെ കരയാനല്ലേ പറ്റുള്ളൂ. അത് പിന്നെ ആരും കുറ്റം പറയാൻ വയ്യല്ലോ. രണ്ട് സ്ഥലത്തും മരിപ്പിച്ചതാരാണ്? അള്ളാഹുവാണ്. ഒരിടത്ത് നിങ്ങൾക്ക് കാരണം കാണാൻ പറ്റും, വണ്ടി ഇടിച്ചതാണ്. പക്ഷെ മരണം നടത്തിയത് ആ ഡ്രൈവറാണോ? അല്ല, അത് അള്ളാഹുവാണ്. നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഈമാൻ. അതാണ് യുഹ്യി വയുമീത്. യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ്, മരിപ്പിക്കുന്നത് അള്ളാഹുവാണ്. എന്നതിനർത്ഥം ഒരു ബോഡിയെ തൊടാതെ ആ റൂഹ് എടുക്കണം, ഇത് അള്ളാഹ്ക്ക് മാത്രമേ. നിങ്ങൾ കൊല്ലാൻ പറ്റും ഒരാളെ, എങ്ങനെ? വെട്ടിക്കൊലപ്പെടുത്തി, ദേഹം വെട്ടിമുറിച്ചു, അപ്പോൾ നസീഫ് ഉണ്ടാവും, രക്തം വാർന്നൊലിക്കും. രക്തം വാർന്നൊലിച്ചാൽ റൂഹ് നിൽക്കാൻ പറ്റൂല, റൂഹ് പോകും. ഞാൻ കൊന്നു എന്ന് പറയാം, ഞാൻ മരിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റൂല? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നമ്രൂദ് തർക്കിച്ചു. ഇബ്രാഹിം നബി പറഞ്ഞു, എൻ്റെ റബ്ബ് യുഹ്യി വയുമീത്, അല്ലാഹ് ഗിവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. അപ്പോൾ പറഞ്ഞു, ഞാനും ഐ ക്യാൻ ഗിവ് ലൈഫ് ആൻഡ് ഡെത്ത്. അങ്ങനെ ഒരു പ്രിസണറെ കൊണ്ടുവന്നു, ഒരാളെ കൊന്നു, ഒരാളെ വെറുതെ വിട്ടു. ഞാൻ അതാ ജീവിപ്പിച്ചു, ഒരാളെ കൊന്നു, മരിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ തർക്കിക്കാൻ നിന്നില്ല. നിന്റെ റബ്ബാണ് സൂര്യനെ കിഴക്കുന്ന് കൊണ്ടുവരും, നീ കൊണ്ടുപോവാ പടിഞ്ഞാറുന്ന്. ഫബുഹിതല്ലദീക. എന്തുകൊണ്ട് തർക്കിച്ചില്ല എന്നറിയോ? അവൻ പൊട്ടത്തരാണ് പറഞ്ഞത്. എന്തേ? ജീവനുള്ള ഒരു മനുഷ്യനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നിട്ട് ഞാൻ മരിപ്പിച്ചു എന്ന് പറയേ? അത് മരിപ്പിക്കലല്ല. ജീവനുള്ള മനുഷ്യനെ നിർത്തിയിട്ട് അയാളുടെ ദേഹത്ത് തൊടാതെ റൂഹെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയോ? ആ നിൽക്കുന്ന മനുഷ്യനെ മരിപ്പിക്കുക എന്ന് പറഞ്ഞ ദേഹത്ത് തൊടരുത്. ആ ദേഹത്തിൽ നിന്ന് ദേഹിയെ പിടിച്ചെടുക്കാൻ ആർക്ക് കഴിയും? അള്ളാഹുവിനല്ലാതെ. ആർക്കെങ്കിലും കഴിയോ? അതുകൊണ്ടാണ് മരണവും ജീവിതവും അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെട്ടിക്കൊലപ്പെടുത്താം, അത് ബോഡി സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ. റൂഹ് നിലനിൽക്കാൻ അള്ളാഹു തആല ചില പ്രീ റിക്വിസിറ്റ്സ് അള്ളാഹുവിനുണ്ട്. ആ തീരുമാനത്തെ, ആ സംവിധാനത്തെ നമ്മൾ ബ്രേക്ക് ചെയ്തു, അപ്പോൾ റൂഹ് പുറത്തു പോകും. അത് കൊല്ലലാണ്. മരിപ്പിക്കലാണോ? മരിപ്പിക്കണമെങ്കിൽ ദേഹത്ത് തൊടാൻ പാടില്ല. കിടക്കണ മനുഷ്യൻ്റെ റൂഹ് നീ എടുക്ക്, അതിന് കഴിയോ? അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ. യുഹ്യി വയുമീത്. മരണവും ജീവിതവും നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഭാര്യ പ്രസവിച്ചപ്പോൾ രക്തസ്രാവമുണ്ടായി ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു എന്ന് വന്നേക്കാം, അത് അള്ളാഹുവിൻ്റെ ഖളാണ്. ഒരു ഡോക്ടർ അറിഞ്ഞുകൊണ്ടത് ചെയ്യുമോ? ആരെങ്കിലും അങ്ങനെ ഒരു പാപഭാരം ഒരു സിവിൽ കേസായി മാറിയേക്കാം, കുറ്റകരമായ ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞേക്കാം, അനാസ്ഥയാണതിന് കാരണമെന്ന് വന്നേക്കാം. അതൊക്കെ ഇവിടെ കാരണങ്ങളാണ്, അതതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ മരണം സംഭവിച്ചത് എങ്ങനെയാണ്? അള്ളാഹു നിശ്ചയിച്ചു, ഇന്ന കുഞ്ഞിൻ്റെ ജന്മം കൊടുക്കുമ്പോൾ ഈ പെണ്ണിന് ഇത്ര വയസ്സാകുമ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് അവിടെ റൂഹിനെ പിടിക്കണം. അതവിടെ നടന്നു. ഇത് വിശ്വസിക്കുന്ന മുമ്പിൽ പോയി പിന്നെ ഹോസ്പിറ്റലിൽ അടിച്ചു പൊളിക്കുമോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഖളാഉ ഖദർ എന്ന് പറഞ്ഞ സംഭവം ചെറുതല്ല. അത് വിശ്വസിക്കുമ്പോഴേ ഈമാൻ പൂർത്തിയാവുള്ളൂ. ഇസ്ലാം എന്നത് വെറും ഒരു മുസല്ലയിൽ നിസ്കരിക്കലും റമദാനിൽ നോമ്പെടുക്കലും ഒരു ഉംറയും ഇത്ര മാത്രമാണോ? ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അതിനിടക്ക് നടക്കുന്ന സർവ്വതിലും അള്ളാഹുവിന് ഇടപെടാനുണ്ട്, ദീനിന് ശരീഅത്തിന് ഇടപെടാനുണ്ട്. അതാണ് ഇസ്ലാം. ഇത് വെറുതെ ഒരു മതം എന്ന് പറഞ്ഞ് വിടണ്ട. അങ്ങനെ കുറേ മതങ്ങൾ ലോകത്തുണ്ട്. ഇസ്ലാമിൻ്റെത് ശരീഅത്താണ്. ഇറ്റ്സ് എ ലൈഫ് ഫോർമുല, ഇറ്റ്സ് എ ലൈഫ് പ്രോഗ്രാം. അള്ളാഹു തആല അവൻ്റെ ഇഷ്ടപ്പെടുന്ന ഡിയാറുകളിൽ അള്ളാഹു നമ്മെ ചേർത്ത് തരട്ടെ. ആമീൻ. അതുകൊണ്ട് റബ്ബിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ വളരണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ് മുഅ്മിനീങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെയാണ് അവരുടെ ജീവിതമാവേണ്ടത്. ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ. അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അങ്ങയെ നിഷേധിക്കുന്ന, ഖുർആനിനെ നിഷേധിക്കുന്ന ആളുകളോട് പറയണമേ, ഖുൽ, അവരതിൻ്റെ ഓഡിയൻസ്,
ഇന്നമാ അഇദുകും ബിവാഹിദ. I ask you to do only one thing. ഒറ്റ കാര്യങ്ങൾ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്നറിയോ? അൻ തഖൂമൂ ലില്ലാഹി മത്നാ വഫുറാദാ ثم تتفكروا. അല്ലാഹു ഇല്ലെന്ന് പറയുകയോ പടച്ചവനെ നിഷേധിക്കുകയോ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരാളോ ഒറ്റക്കോ രണ്ടാളായിട്ടോ മൂന്നാളായിട്ടോ, അല്ലാഹു പറഞ്ഞത് 1 2 എന്നാണ്. മത്നാ വഫുറാദ, നിങ്ങൾ ഒരാളായിട്ടോ രണ്ടുപേര് ഒരുമിച്ചോ നിങ്ങൾ നിൽക്കുക. ثم تتفكروا, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി. ഇതെങ്ങനെ ഇവിടെ വന്നു? ഈ ചെടി, ഇതിൻ്റെ ഇലകൾ, ഈ മരം, ഈ തെങ്ങ്, നമ്മുടെ വയല്, ഇവിടെ കാണുന്ന ചെറു ജീവികൾ, ഈ അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റി, ഈ രാത്രി എങ്ങനെ സംഭവിച്ചു? ഇനി നാളെ പകലുണ്ടാകുന്നു. അതുവരേക്കും നമ്മളെ കൊണ്ട് ഭൂമി കറങ്ങുകയാണ്. 1,08,000 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ നമ്മൾ യാത്ര ചെയ്തു. 9:30 മണിക്ക് നമ്മൾ തുടങ്ങി, 10:30 മണിക്ക് തുടങ്ങിയപ്പോൾ 12 മണി, 1.5 മണിക്കൂർ കൊണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ നമ്മൾ ഭൂമിയെയും കൊണ്ട് സൂര്യന് ചുറ്റും ഓടിക്കഴിഞ്ഞു. എത്ര? 1.5 ലക്ഷം കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി ഓടുന്നത്. ഞാനും നിങ്ങളും നമ്മുടെ ഈ സ്റ്റേജൊക്കെ അടക്കം നമ്മൾ 1.5 ലക്ഷം കിലോമീറ്റർ ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഓടിയിട്ടുണ്ട്. 1.5, നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ദൂരം? ഈ ദൂരം പൂർത്തിയാകുമ്പോഴാണ് ഡിസംബർ 31 എന്ന് പറയാം. ഇത്ര സ്പീഡിൽ ഭൂമി ജനുവരി 1 മുതൽ ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സ്പീഡിൽ സൂര്യന് ചുറ്റും കറങ്ങി പൂർത്തിയായി ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോൾ നമ്മൾ പറയും ഇതാ ഡിസംബർ 31, നാളെ ന്യൂ ഇയറാ, കള്ളു പൊട്ടിക്കാന്ന് പറയും അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വലിയൊരു ദൃഷ്ടാന്തം പൂർത്തിയാകുന്ന സമയത്ത് അള്ളാഹ്ക്ക് തെറ്റ് ചെയ്തിട്ട് ആഘോഷിക്കുക. ഇതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? തതഫക്കറു, നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഈ ഭൂമി, എന്താണ് ആകാശം, എന്താണ് പ്രപഞ്ചം? നമ്മുടെ കണ്ണിൽ കാണുന്ന ഈ നക്ഷത്രങ്ങളുടെ പ്രകാശം ഇപ്പം ഉണ്ടാകും. ആ നക്ഷത്രം എന്നോ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരിഞ്ഞു പോയിട്ടുണ്ടാവുന്ന. ഇപ്പം ഈ കാണുന്ന നക്ഷത്രങ്ങളുടെ ഈ പ്രകാശം കാണുന്നില്ലേ? ആ പ്രകാശം ഇപ്പം അവിടെ ഉണ്ടാവണമെന്നില്ല എന്നാണ്. എന്തേ? ആ പ്രകാശം നമ്മിലേക്ക് എത്തുന്നത് ഇപ്പോഴാണ്. അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ഡാർക്ക് മാറ്ററായി മാറിയിട്ടുണ്ടായിരിക്കാം, നമുക്ക് പോലും അറിയില്ല. പ്രപഞ്ചം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും, ബില്യൺ കണക്കിന് നക്ഷത്ര താര സമൂഹങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, ദ ഫാർദസ്റ്റ് സ്റ്റാർ, നമ്മളിൽ നിന്ന് ഏറ്റവും ദൂരെ കിടക്കുന്ന നക്ഷത്രം ഇവിടെ നിന്ന് 24 ബില്യൺ പ്രകാശവർഷം അകലെയാണ് കിടക്കുന്നത്. 24 ബില്യൺ. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 100 10 ലക്ഷം കൂടുമ്പോഴാണ് ഒരു ബില്യൺ ആവുക. അങ്ങനെ 24 ബില്യൺ വർഷങ്ങൾ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം ദൂരം യാത്ര ചെയ്യുന്ന പ്രകാശം ഇത്രയും കൊല്ലങ്ങൾ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരമാണ് ഈ പറഞ്ഞ 24 ബില്യൺ പ്രകാശവർഷം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെക്കൻഡിൽ പ്രകാശം യാത്ര ചെയ്യുന്നത് 3 ലക്ഷം കിലോമീറ്റർ. സെക്കൻഡിൽ 2 സെക്കൻഡായപ്പോഴേക്കും 6 ലക്ഷം കിലോമീറ്റർ എത്തി. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതാ പ്രകാശത്തിൻ്റെ വേഗത, സൂര്യപ്രകാശത്തിൻ്റെ. ആ വേഗതയുള്ള സാധനം ഒരു മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ ഓടും? ഒരു സെക്കൻഡിൽ 3 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം കൊല്ലം യാത്ര ചെയ്ത് എത്ര ഉണ്ടായിരിക്കും? എത്ര കിലോമീറ്റർ ഓടും? അങ്ങനത്തെ 100 10 ലക്ഷമാകുമ്പോൾ 1 ബില്യൺ. അങ്ങനത്തെ 24 ബില്യൺ കൊല്ലങ്ങൾ ഈ പ്രകാശം യാത്ര ചെയ്താൽ എത്തുന്ന കിലോമീറ്റർ. അവിടെയാണ് ഇപ്പോൾ കണ്ട അവസാനത്തെ നക്ഷത്രം കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഇനിയുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഈ കണ്ട ലോകമൊന്നാകെ ഈ പ്രപഞ്ചത്തിൻ്റെ 4% ആയിട്ടുള്ളൂ. നീ 96% കണ്ടുപിടിക്കാനാണ്. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? സുമ്മ തതഫക്കറു, നിങ്ങൾ എന്താണ് സയൻസ് പഠിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ ആസ്ട്രോണമി പഠിക്കുന്നില്ല? അപ്പോൾ ആസ്ട്രോളജിയാണ് നോക്കല്. ഇങ്ങനെ ശകുനം നോക്കുക, രാശി നോക്കുക. ഹറാമാണ്, നമുക്ക് പാടില്ലത്. ഇസ്ലാമെന്ന് പുറത്തു പോകും. എൻ്റെ രാശി ഏതാ, ഞാൻ ഏത് നാളിലാണ് ജനിച്ചത്, എൻ്റെ നക്ഷത്ര വാരഫലം വെറുതെ വായിച്ചാൽ 40 ദിവസത്തെ നിസ്കാരം നോമ്പ് അല്ലാഹു സ്വീകരിക്കൂല. അതെങ്ങാനും വിശ്വസിച്ചു എൻ്റെ രാശി ഇന്നതാണ് എന്ന് നക്ഷത്ര വാരഫലം വായിക്കുകയോ ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തു പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ദീനിൽ നിന്ന് അവർ പുറത്തുപോയി. ഇതാണ് പഠിക്കേണ്ടത്. ആസ്ട്രോണമിയാണ്, ആസ്ട്രോളജി അല്ല. ആസ്ട്രോളജി അന്ധവിശ്വാസമാണ്. ആസ്ട്രോണമി സ്പേസ് സയൻസ് ആണ്, ആകാശലോകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. സോളജി പഠിക്കണം, ബോട്ടണിയും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കണം. ഭൂമിയെക്കുറിച്ചുള്ള പഠനം നടക്കണം. ഭൂമിയെക്കുറിച്ചുള്ള ഭൂമിയുടെ ഭൂഗർഭ
വസ്തുക്കളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, ജിയോളജി പഠിക്കണം, ജിയോഗ്രഫി പഠിക്കണം. ഇതൊക്കെ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാവും. ഇതൊക്കെ വെറുതെ ഉണ്ടാവോ? ഉണ്ടാവില്ല, തീർച്ചയാണ്. ഞാനിവിടെ മൈക്കിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഈ മൈക്കിലൂടെ കടന്നു വന്ന് സ്പീക്കറിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതിന് എത്രയായിരം ടെക്നോളജിയുടെ സഹായം ആവശ്യമായി വന്നിട്ടുണ്ട്. ഈ ഇലക്ട്രിസിറ്റി, ഈ സാധനം ഇൻവെൻ്റ് ചെയ്യണം, സൗണ്ട് വേവുകളുടെ പ്രവർത്തനങ്ങളെ പഠിക്കണം, അത് ഈ ക്ലാരിറ്റിയിൽ കിട്ടണം. അതിനാവശ്യമായ മോണിറ്ററുകൾ, ആംപ്ലിഫയറുകൾ, അതിൻ്റെ ഓപ്പറേറ്റർമാർ വർക്ക് ചെയ്യണം. ഇതൊക്കെ നിസ്സാരമാണോ നമ്മൾ വിചാരിക്കുന്നതൊക്കെ? നമ്മുടെ കൈ നിസ്സാരമാണോ? നമ്മുടെ മൊബൈൽ ഫോൺ. ഈ സീറ്റിലിരിക്കുന്ന ഒരാൾ, ഇപ്പം ഇവിടെ മമ്മിച്ചിരിക്കുന്നുണ്ട്, അവിടെ എൻ്റെ മാണിക്കോത്ത മമ്മിച്ചിരിക്കുന്നുണ്ട്, നമ്മുടെ കാഞ്ഞങ്ങാട്ട മമ്മിച്ച. 2 മമ്മിച്ചന്മാർ ഫോൺ എടുത്തിട്ട് ഒരാൾ അടുത്ത ആളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ ഈ ഫോൺ, ഈ മൊബൈലിൽ ഈ ഒരു 2 മീറ്റർ ദൂരമല്ല യാത്ര ചെയ്യുന്നത്, 10,000-കണക്കിന് കിലോമീറ്റർ ആകാശത്തേക്ക്, സാറ്റലൈറ്റിലേക്ക് ഇത് പോകണം. ഇതിൻ്റെ സിഗ്നൽ, ഇതിൻ്റെ റിസീവർ ഇവിടെ എടുക്കണം, ആ റിസീവറിൽ നിന്ന് സാറ്റലൈറ്റിൽ പോകണം. സാറ്റലൈറ്റിൽ നിന്ന് ഏത് നമ്പറിലാണ് വന്നത് അതിൻ്റെ കൃത്യമായ ഫ്രീക്വൻസി മനസ്സിലാക്കി ഇതിനാവശ്യമായ ടവറിലേക്ക് സാറ്റലൈറ്റിൽ നിന്നും സിഗ്നൽ ഇവിടുത്തെ റിസീവറിൽ കിട്ടണം. എന്നിട്ട് ആ പറഞ്ഞ ആളെ മൊബൈലിലേക്ക് വരണം. ഇതൊക്കെ നടക്കുന്നത് മൈക്രോ സെക്കൻഡ് കൊണ്ടാണ്. ഇപ്പോൾ വിളിച്ച അവിടെ താഴെ വീട്ടിൽ നിന്ന് താഴെ ഇരിക്കുന്ന വാപ്പ മേലെ ഇരിക്കുന്ന മോളെ വിളിക്കുന്ന ഫോണിൽ വിചാരിക്കുമ്പോൾ എത്ര ആകെ 5 മീറ്റർ നടന്നിട്ടുണ്ടാവുള്ളൂ ഫോൺ യാത്ര ചെയ്ത്. ഫോൺ സിഗ്നൽ യാത്ര ചെയ്തത് 10,000-കണക്കിന് കിലോമീറ്ററാണ്. 10,000-കണക്കിന് കിലോമീറ്ററാണ്. എന്നിട്ടേ ഈ വരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയല്ല കണക്ഷൻ, മേലേക്ക് പോയിട്ടാണ് കണക്ഷൻ വരുന്നത്. ഇതൊക്കെ നിസ്സാരമാണോ? അൻത തഫക്കറു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും സംവിധാനിക്കാനുമുള്ള ബുദ്ധിയും ബ്രെയിനും ഒരു കുരങ്ങിൽ നിന്ന്, ചിമ്പാൻസിയിൽ നിന്ന് പരിണാമം സിദ്ധിച്ചു എന്ന് പറയുന്ന മനുഷ്യ ബ്രെയിൻ, മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ സിദ്ധാന്തം? കുരങ്ങിൻ്റെ ബുദ്ധിയാണ് ഇങ്ങനെ മാറി മറിഞ്ഞതെന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര കുരങ്ങന്മാർക്ക് ബുദ്ധി വേണം? ഏതെങ്കിലും ഒരു ചിമ്പാൻസി ഇങ്ങനെ ഒരു ബ്രെയിൻ എക്സലൻസ് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യൻ്റെ ബുദ്ധിയൊന്ന് വേറെയാണ്. മനുഷ്യനെ മനുഷ്യനായി പടച്ചു. പരിണാമങ്ങൾ വേറെ ജീവികൾ നടന്നിരിക്കാം, നമുക്ക് നിഷേധിക്കാനും അത് അവകാശപ്പെടാനും കഴിയില്ല. ആവാം, ഇറ്റ്സ് എ പോസിബിലിറ്റി, മേ ഓർ മേ നോട്ട് ബി. പക്ഷെ മനുഷ്യനായിട്ടാണല്ലോ മനുഷ്യനെ പടച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ ഖലഖല്ലാഹു ആദമ അലാ സൂറതിഹി. ആദം നബി അലൈഹിസ്സലാമിൻ്റെ അതേ രൂപത്തിലാണ് ആദം നബിയെ പടച്ചത്. എങ്ങനെയല്ല, ഒരു മൃഗത്തിൻ്റെ കോലത്ത് നിന്ന് മാറ്റിയതല്ല, ഒരു കുട്ടിയായി വലുതായതല്ല. ആദം അലൈഹിസ്സലാമിൻ്റെ 60 മുഴമുള്ള നീളം, ഹൈറ്റും വെയ്റ്റും മഹാനവറുകൾക്ക് നൽകിയ ചിന്തിക്കാനും സംസാരിക്കാനും the ability to articulate, ഇതൊക്കെ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോഴേ അല്ലാഹു കൊടുത്തതാ. മനുഷ്യൻ ഭാഷയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടില്ല. മനുഷ്യൻ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നറിയാതെ, ഭാഷയില്ലാതെ, ആംഗ്യഭാഷ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ ഹൈപ്പോത്തസിസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു. ഓക്കെ, എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷേ ഹ്യൂമൻ ലോജിക്ക് അത് അംഗീകരിക്കുന്നില്ല. സത്യസന്ധരായ സയൻറ്റിസ്റ്റുകൾ അത് അംഗീകരിക്കുന്നില്ല. ചാൾസ് ഡാർവിന് തെറ്റുപറ്റി എന്നവർ പറയുന്നു. മിസ്സിംഗ് ലിങ്ക്സ് അവിടെ ലഭ്യമാണ്. അദ്ദേഹം പോയ ആ ഒരു മരുഭൂമിയിലെ അല്ലെങ്കിൽ ഐലൻഡിലെ പ്രത്യേകമായ ചില ജീവജാലങ്ങളിൽ ഇത് സത്യമായിരിക്കാം. പക്ഷേ എല്ലാ ജീവികളും പരിണമിച്ചതല്ല. ജീവന്റെ ഉറവിടം എവിടെയാണ്? വെർ ഇസ് ദ ഒറിജിൻ ഓഫ് ലൈഫ്? ഭൂമിയിലാണോ? ചിലർ പറഞ്ഞു ആണ്, ചിലർ പറഞ്ഞു സമുദ്രത്തിലാണ്, ചിലർ പറഞ്ഞു മണ്ണിൽ നിന്നാണ്, ചിലർ പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ നിന്ന്, ചിലർ പറഞ്ഞു സ്പേസിൽ നിന്ന് ജീവൻ ഇങ്ങോട്ട് വന്നതാണ് ഭൂമിയിലേക്ക്. ഓരോ സയൻറ്റിസ്റ്റ് വ്യത്യസ്ത അഭിപ്രായക്കാർ. കഴിഞ്ഞ 35 കൊല്ലം എവിടെ നിന്നാണ് ജീവൻ വന്നത് എന്ന് ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് സയൻറ്റിസ്റ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെ നിന്നാണ് ജീവൻ ഉണ്ടായത്? വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ലൈഫ്? ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായം. ഒരാൾ പറയും മറ്റവൻ പറഞ്ഞത് തെറ്റാ, ഇവൻ പറയും മറ്റവൻ പറഞ്ഞത്. എന്തുകൊണ്ട്? ഈച്ച് ആൻഡ് എവ്രിവൺ ബിലീവ്സ് ദ അതർ പാർട്ടി ഈസ് മിസറബിളി ഫെയിൽഡ്. നമ്മൾ പറയുന്നത് അല്ലാഹുവിൽ നിന്നാണ്. യുഹീ വ യുമീറ്റ്. ജീവൻ കൊടുത്തത് അല്ലാഹുവാണ്, മരണം കൊടുക്കുക. അപ്പോൾ ചിക്കനോ എഗ്ഗോ ആദ്യം ഉണ്ടായത്, എന്തായാലും ആദ്യം വന്നത് ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. എന്തോ ആയിക്കോട്ടെ, ചിക്കൻ തന്നെ ആണെന്നാണ് നമ്മൾ പറയാ. ലോജിക്ക് അതാണ്. മുട്ടുണ്ടെങ്കിൽ അത് ഹാച്ച് ചെയ്യാനോ ചിക്കൻ വേണ്ട, ഇവിടെ ഒരു ഹെൻ വേണ്ടേ, ഒരു ഇവിടെ കോഴി ആവശ്യമുണ്ടല്ലോ. അത് മുട്ട എന്ത് ചെയ്യണമെങ്കിൽ, വിരിക്കണമെങ്കിൽ. അതുകൊണ്ട് ജീവികളുണ്ടായി എന്നതാണ് അടിസ്ഥാനം. മുസ്ലിമീങ്ങൾക്ക് അതൊന്നും പറയാനും വിശ്വസിക്കാനും പ്രയാസമില്ല. എന്തേ? അത് തീർത്തും ലോജിക്കൽ, റാഷണൽ ആൻഡ് സയൻറ്റിഫിക്. അല്ലാത്തൊക്കെ പറയാം. അവർ പറയുന്നതന്നെ സയൻസ് അല്ലല്ലോ. വെറുതെ ഉണ്ടായെന്ന് പറഞ്ഞാൽ സയൻസ് പറയും. സയൻസ് ലാബ് എന്ന് പറഞ്ഞത് കാര്യകാരണങ്ങളെ കൊണ്ട് പഠിച്ചു പറയുന്നതിനാ സയൻസ് എന്ന് പറയാം. വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ സയൻസാ? അത് ഏത് കുട്ടിക്കും പറഞ്ഞോടെ വെറുതെ ഉണ്ടായിന്ന്? വെറുതെ ഉണ്ടാവില്ലല്ലോ.
നത്തിങ് ക്യാൻ കം ഔട്ട് ഓഫ് നത്തിങ്. ഇല്ലായ്മയിൽ നിന്ന് ഒന്നും വരാൻ കഴിയില്ല. അതിൻ്റെ സൃഷ്ടാവ് വേണം. DNA എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യ ശരീരങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ വിവരങ്ങളുള്ള DNA, ഒരു വാപ്പയുടെ സ്വഭാവം ആ കുട്ടിക്ക് കിട്ടുന്നത്, വാപ്പയുടെ നടത്തം, വാപ്പയുടെ ചിരി, വാപ്പയുടെ തലമുടി, വാപ്പയുടെ പല്ല്, ഉമ്മയുടെ രൂപം, ഉമ്മയുടെ സ്കിൻ കളർ, എന്തോ ആകട്ടെ, ഒരു കുഞ്ഞിന് ലഭിക്കുന്നതെല്ലാം ആ കുഞ്ഞിൻ്റെ ജന്മം ഉണ്ടാകുന്നതോടുകൂടെ അള്ളാഹു നിക്ഷേപിക്കുന്ന DNA-യിലൂടെയാണ്. അതാണ് ഹ്യൂമൻ പ്രോഗ്രാമിംഗ്. DNA-യിലെ ചില കോഡുകൾ മാറ്റിയാൽ ആ മനുഷ്യൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകും. ആരാണതുണ്ടാക്കിയത്? മനുഷ്യനുണ്ടാക്കാൻ പറ്റൂ DNA ഇൻഫർമേഷൻ. എവിടെ നിന്ന് കിട്ടി? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഫ്രം ആൻ ഇൻ്റലിജന്റ് സോഴ്സ്. ബുദ്ധിമാനായ ഒരാളിൽ നിന്ന് മാത്രമേ ഈ വിവരം ലോകത്തിന് കൈമാറാൻ കഴിയൂ. നമ്മൾ പറയാം ആ ഹക്കീമായ ഒരു സൃഷ്ടാവിനാണ് അല്ലാഹ് എന്ന് പറയുന്നത്. അത്ര തന്നെ അല്ല. എവിടുന്ന് അതുണ്ടാകുന്നത്? DNA ആർക്കുണ്ടാക്കാൻ പറ്റും? അതിൻ്റെ ഇൻഫർമേഷൻ അപ്പോബറ്റിക്സ് ഇൻഫർമേഷൻ ആണെന്നാണ്. അതിസങ്കീർണമായ മെസ്സേജുകളാണ് DNA-യിൽ കിടക്കുന്നത്. അപ്പോബറ്റിക്സ് വെറും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ അല്ല, വളരെ കോംപ്ലക്സ് ഇൻഫർമേഷനാണ്. അത് കിട്ടണമെങ്കിൽ ഹക്കീമായ, അലീമായ, എല്ലാം അറിയുന്ന തത്വജ്ഞാനിയായ ഒരാളിൽ നിന്ന് മാത്രമേ. ഇറ്റ് ഷുഡ് ഡെഫിനറ്റ്ലി കം ഫ്രം ആൻ ഇൻ്റലിജന്റ് സോഴ്സ്. ഇത് സയൻസ് പറയാൻ. വോർണർ ഗിറ്റ് എന്ന് പറയുന്ന ജർമ്മൻകാരനായ ജീവിച്ചിരിക്കുന്ന സയന്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പഠനമാണ്. അദ്ദേഹം പറഞ്ഞു ഇത് വെറുതെ ഉണ്ടാവില്ല, ഇത് അതിസങ്കീർണമായൊരു വിവരമാണ്. DNA നമ്മുടെ ശരീരത്തിനുള്ളിൽ കിടക്കുന്ന സാധനം, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത സാധനം. അതില്ലെങ്കിൽ നമ്മളില്ല. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹു എൻ്റെ ഹബീബ് പറയാൻ, നിങ്ങൾക്ക് അല്ലാഹുവിനെ മനസ്സിലാവാൻ ഒരു കാര്യം പറയട്ടെ. ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ. അഇദുകും എന്ന് പറഞ്ഞാൽ വഅദ് പറയുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഒന്ന് മാത്രമാണ്. അൻ തഖൂമൂ ലില്ലാഹ്. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാഹുവിന് വേണ്ടി നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കിൻ. മസ്ന, രണ്ടാളുകളായിട്ടോ, വഫുറാദ, ഒറ്റക്കോ. എന്നിട്ട് അള്ളാഹുവിനെ പറ്റി നിങ്ങൾ ആലോചിക്കണമേ. പടച്ചവനെ പറ്റി ചിന്തിക്കുക, മനസ്സിലാവും. യാ അല്ലാഹ്. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈല. ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും കൂലിയാണ് 1 മണിക്കൂർ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. 1 മണിക്കൂർ അള്ളാഹുവിനെ പറ്റി ചിന്തിച്ചത്. നമ്മൾ ഈ സദസ്സിൽ ഇരുന്നതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ ആവാനായി. 1 മണിക്കൂർ ചിന്തിച്ചാൽ തന്നെ ഈ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ്. ഫിക്റു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സന. 60 വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലം 1 മണിക്കൂർ നേരം ഗവേഷണം ചെയ്യുന്ന, പഠനം ചെയ്യുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന 1 മണിക്കൂർ നേരത്തെ ഇബാദത്ത്. ആ ചിന്ത ഒരു ഇബാദത്താണ്. ആ ചിന്തക്ക് അള്ളാഹു 60 വർഷത്തെ ഇബാദത്തിന്റെ കൂലി നൽകുന്നു. ഫഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു ഫമാ തുബ്സിറുൽ ഐനു മിൻ കായിനിൻ ولو كان أدون من ذرة تلاقيه إلا دليلا على إله عظيم له قدرته. ഓരോ മണൽത്തരിയും, ഓരോ ബാഷ്പകണവും, ഓരോ ജലത്തിൻ്റെ കണികയും, ഓരോ മരത്തിൻ്റെ കോശത്തിൻ്റെ അതിസൂക്ഷ്മമായ അതിൻ്റെ സെല്ലുകളും, അതിൻ്റെ പ്രോട്ടോപ്ലാസവും, അതിൻ്റെ ന്യൂക്ലിയസും, അതിൽ കിടക്കുന്ന എല്ലാ മൈന്യൂട്ട് സങ്കീർണമായ വസ്തുക്കൾ, ജീവങ്ങളിലും എല്ലാ ജീവകങ്ങളിലും കാണുന്ന അതിൻ്റെ അതിസൂക്ഷ്മമായ ഘടകങ്ങൾ മുഴുവനും അലാ ഇലാഹിൻ അളീമിൻ ലഹു ഖുദ്റതു. സർവശക്തനായ ഒരാരാധ്യനായ പടച്ചവനുണ്ടാക്കി എന്നല്ലാതെ ആരാണിതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചത്? അല്ലാഹുവല്ലാതെ. നിങ്ങളുടെ ഐബോളുകളെ കൊണ്ട് നിങ്ങൾ കാണുന്ന, നിങ്ങളുടെ കണ്ണിന് വിഷയീഭവിക്കുന്ന സാധനങ്ങളും ഒരാറ്റത്തെക്കാളും നിസ്സാരമായ ഏറ്റവും അതിസൂക്ഷ്മമായ കണിക പോലും
തുലാഖീഹി ഇല്ലാ ദലീലൻ അലാ ഇലാഹിൻ അളീമിൻ ലഹു ഖുദ്റതു. സർവേശ്വരനായ സർവശക്തനായ ഒരു സൃഷ്ടാവുണ്ടാക്കിയതാണ് എന്നല്ലാതെ എന്താണ് ഇവയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുണ്ട്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്, ലആയാത്ത്, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. രാത്രിയുടെയും പകലിൻ്റെയും പ്രതിഭാസത്തിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല. ലിഉലിൽ അൽബാബ്, അല്ലാഹു ബുദ്ധി നൽകിയവർക്കൊക്കെ ഇതിൽ പഠിക്കാനുണ്ട്. ആരാണ് ബുദ്ധിയുള്ളവരെന്നറിയുമോ? സൃഷ്ടിപ്പ് കണ്ടിട്ട് സൃഷ്ടാവില്ല എന്ന് പറയുന്നവരല്ല. സൃഷ്ടിപ്പ് കണ്ടാൽ ഇത് സൃഷ്ടാവിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാക്കുന്നവരാണ്. കറുത്ത ഒരു പുക കണ്ടാൽ താഴെ തീയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്ത പോലെ ആ തീ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നതല്ലേ മൗഢ്യത്വം. പുക കാണുന്നുണ്ട്, പുകയുരുന്നുണ്ട്, ഫയർഫോഴ്സ് ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. ഇയാൾ പറയാം അവിടെ തീയൊന്നുമില്ല. എന്തേ? ഞാൻ പുക കാണുന്നുള്ളൂ, തീ ഞാൻ കണ്ടില്ല. എടോ, നീ അടുത്തു പോയി നോക്ക്, നീ കണ്ണിന് കാണാൻ പറ്റാത്തത് കൊണ്ടല്ലേ. തീയില്ലെങ്കിൽ എങ്ങനെയാണ് പുകയുരുന്നത്? തീ അവിടെ ഉണ്ടെന്നതിൻ്റെ അടയാളമാണ് പുക. എന്ന പോലെ സൃഷ്ടാ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഈ സൃഷ്ടികളൊക്കെ. ഇതൊക്കെ പിന്നെ എങ്ങനെ വന്നു? ഞാനും നിങ്ങളും, നമ്മുടെ മുൻഗാമികളും, ഇവിടെയുള്ള പക്ഷികളും പറവകളും സസ്യങ്ങളും ആകാശലോകങ്ങളിലെ താരഗോള സമൂഹങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? ആരാണിവയെ കൊണ്ടുവന്നത്? മഹാവിസ്ഫോടനമോ? അപ്പൊ അതാരാണ് ഉണ്ടാക്കിയത്? അത് സിംഗുലാരിറ്റി എവിടെ നിന്ന് വന്നു? സ്വയം ഉണ്ടാകാൻ പറ്റുമോ? അതിൻ്റെ ഉത്തരം അന്വേഷിച്ചു പോയാൽ സൃഷ്ടിക്കപ്പെടാത്തവനായ, സമയകാലങ്ങൾക്ക് അതീതനായ ഒരു സൃഷ്ടാവിന് മാത്രമേ അത് ഉണ്ടാക്കാൻ കഴിയൂ. അല്ലാത്ത ഏത് വാദങ്ങളെടുത്ത് കൊണ്ടുവന്നാലും അയാളെ ആര് പടച്ചു, ആ ദൈവത്തെ ആര് പടച്ചു, ആ ദൈവത്തെ ആര് പടച്ചു എന്ന ചോദ്യങ്ങൾ അനന്തമായി നീളുമ്പോൾ അതിന് അല്ലാഹു നൽകിയ മനോഹരമായ മറുപടിയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു സ്വമദ്, അല്ലാഹ് ഈസ് ദ സെൽഫ് ഇറ്റേണൽ. ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത, എന്നാൽ എല്ലാവരും ആശ്രയിക്കുന്നവനായ സർവേശ്വരനായവനാണ്, സ്വമതാണ് അല്ലാഹു. ലം യലിദ്, അല്ലാഹു ആരെയും പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, അല്ലാഹുക്ക് ആരും ജന്മം കൊടുത്തതും അല്ല. വാപ്പയോ ഉമ്മയോ അല്ലാഹുവിനില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് സമാനമായ മറ്റൊരു ദൈവമോ ഒരാളോ ഒരു വസ്തുവോ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലോ അതിനപ്പുറത്തോ ഇല്ല. ഇങ്ങനെ മനോഹരമായ ഹു ഈസ് ഗോഡ്, ആരാണ് ദൈവം എന്ന് ചോദിച്ചാൽ അതിന് ഇത്ര മനോഹരമായൊരു ഡെഫിനിഷൻ അല്ലാഹു നൽകിയത് അഷ്റഫുൽ ഖൽഖിന്റെ ജിഹ്വയിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ. ഇതിനേക്കാൾ മനോഹരമായൊരു ആശയം, ഒരു ഉത്തരം ആർക്ക് ലോകത്ത് കൊടുക്കാൻ കഴിയും? അതാണ് അമ്പിയാക്കന്മാർ പഠിപ്പിച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. ഇത് അല്ലാഹുവിൻ്റെ ഏകത്വവും അവൻ്റെ അസ്തിത്വവും വിളിച്ചു പറയുന്ന ആശയമായതിൻ്റെ പേരിലാണ് ഖുർആനിൻ്റെ 1/3 സ്ഥാനമാണ് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു മജ്ലിസിൽ 3 ഖുൽ ഹുവല്ലാഹു ഓതുമ്പോൾ ഖുർആൻ മുഴുവൻ ഓതിയ മഹത്വമുണ്ട്. അത് കഴിഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഒരു ഫാത്തിഹയും ഓതിയിട്ടുണ്ടാകും. എന്നിട്ടാണ് നമ്മൾ ദുആ ഇറക്കുന്നത് ഉമ്മുൽ കിതാബ്, അതാണ് ഫാത്തിഹ.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും കണ്ണേറിൽ നിന്ന്, സിഹറിൽ നിന്ന്, ഷർറിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സൂറ. 3 ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുവിൻ്റെ മഹത്വം പറഞ്ഞ സൂറയായ ആകയാൽ തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 തുല്യമാണ്. അപ്പോൾ ഖുർആൻ പൂർണ്ണമായും ഓതിയ മഹത്വം, കൂലിയല്ല, കൂലി കിട്ടണമെങ്കിൽ ഓരോ അക്ഷരത്തിനും 10 കൂലിയുണ്ട്, അത് മുഴുവൻ ഓതിയാലേ കിട്ടുള്ളൂ. പക്ഷേ ആ ഒരു മഹത്വം കിട്ടും. അങ്ങനത്തെ സൂറയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. എന്തുകൊണ്ടെന്നറിയുമോ? ആരാണ് നമ്മുടെ റബ്ബെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയ സൂറയാണ്. ഇതിൻ്റെയൊക്കെ ആശയം നമ്മൾ പഠിക്കണം, അറിയണം അള്ളാഹുവിനെ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഏകനാണെന്ന് ഫഅലം, നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. അതതിനർത്ഥം. വെറുതെ അങ്ങ് ചൊല്ലിയാൽ പോരാ, ചൊല്ലി അല്ലാഹ് കൂലി തരും. എന്താണ് ഈ പറയുന്നത്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ ആശയം എന്താണ്? ആ അറിവ് നിങ്ങൾക്ക് നൽകാൻ സഹായകമായ ഭൗതിക ജ്ഞാനങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിനാവശ്യമായ സയൻസ് പഠിക്കണം, ജിയോഗ്രഫി പഠിക്കണം, ആസ്ട്രോണമി പഠിക്കണം, സയൻസ്, മെഡിക്കൽ സയൻസ് പഠിക്കണം. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഇലാഹായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണേ എന്നല്ല പറഞ്ഞത്. അവിടെ എന്താ പറഞ്ഞത്? ഫഅലം, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. എന്ത് പഠിക്കണം? അന്നഹു, തീർച്ചയായും കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, there is no deity worthy of worship except Allah, ആരാധനക്കർഹതയുള്ള ഒരു ദൈവമോ ഒരു പടച്ചവനോ അല്ലാഹു ജല്ല ജലാലു അല്ലാതെ ഇല്ല എന്ന ഖുർആനിൻ്റെ ഈ ആശയം നിങ്ങൾ പഠിക്കണം. മുസ്ലിമീങ്ങൾ, നമ്മൾ അറിയണം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം എന്ന്. അതാരെയും വേദനിപ്പിക്കാനോ ആരെയും ഇകഴ്ത്താനോ ഒന്നുമല്ല. നമ്മുടെ വിശ്വാസം അതാണ് പ്രവാചകന്മാർ മുഴുവൻ ലോകത്ത് പഠിപ്പിച്ചത്. ആദം നബി മുതൽ ഇബ്രാഹിം നബിയിലൂടെ, സുലൈമാൻ നബിയിലൂടെ, ദാവൂദ് നബിയിലൂടെ, മൂസ നബിയിലൂടെ, യേശു ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈസാ നബിയിലൂടെ, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലൂടെ അമ്പിയാക്കന്മാർ മുഴുവൻ പഠിപ്പിച്ചത് അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനോട് മൂസ നബി ചോദിച്ചു, പടച്ചവനെ അല്ലിംനി, പടച്ചവനെ എനിക്ക് പ്രത്യേകമായൊരു ദുആ പഠിപ്പിക്കണമേ, ഉനാജീക വഅബ്ദുക ബിഹാ, എനിക്ക് പ്രത്യേകമായിട്ട് നിന്നോടൊന്ന് പറയാൻ പറ്റുന്ന ഒരു ദുആ, അത് വെച്ചുകൊണ്ട് റബ്ബേ എനിക്ക് നിന്നോടൊന്ന് ദുആ ചെയ്യണം, നീയുമായി ഒന്ന് സംവദിക്കണം, അതിൻ്റെ ഒരു ദുആ ഒരു ദിക്ർ പഠിപ്പിച്ചു തരണേ. അപ്പോൾ അല്ലാഹു പറഞ്ഞു മൂസ നബിയെ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോളി മൂസ നബിയെ. മൂസ നബി പറഞ്ഞു, അല്ലാഹ് കുല്ലുന്നാസി യഖൂലൂന ലാ, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല പറഞ്ഞു, അതുകൊണ്ട് വല്ല എനിക്ക് പ്രത്യേകമായിട്ട് വല്ലതും തരണം. കുല്ലുന്നാസി, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ പറയുന്നത് പടച്ചോനെ. അപ്പോൾ അതൊരു സ്പെഷ്യലൊന്നും അല്ലല്ലോ, എനിക്ക് പ്രത്യേകമായിട്ടൊന്ന്. മൂസാ നബി ഭയങ്കര രസമാണ്. അള്ളാഹുവിനോട് ഇത്ര ഫ്രാങ്കായിട്ട് സംസാരിച്ച മറ്റു നബിയെ കാണാൻ കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ റബ്ബുമായുള്ള ഒരുപാട് ഇതുപോലെയുള്ള ഹിവാറുകളുണ്ട്, സംഭാഷണങ്ങളുണ്ട്. പടച്ചവൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ ഒരു പ്രത്യേകമായ ദിക്ർ എനിക്ക് പഠിപ്പിച്ചുതാ, എനിക്ക് നിന്നോട് ആ ദിക്ർ വെച്ച് നീയുമായി എനിക്ക് സംഭാഷണം ചെയ്യണം. പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി പറ, കുല്ലുന്നാസി യഖൂലൂന ലാ ഇലാഹ, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ പറയുന്നത് പടച്ചോനെ, എനിക്കതൊന്നും പോരാ, വേറൊന്ന് വേണമെന്ന് പറഞ്ഞു. മൂസ നബിയെ നിങ്ങൾക്കറിയുമോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന്? ലൗ ദിഅതിസ് സമാവാതു വൽ അർളൂന ഫീ കിഫ്ഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാഹു ഫീ കിഫ്ഫത്തിൻ ലതാശതിസ് സമാവാതു വൽ അർള് വസഖലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശലോകങ്ങളായ ഗോളങ്ങളും താരകങ്ങളും ഗ്രഹങ്ങളും എല്ലാ സൃഷ്ടികളും ഒരു തുലാസിൻ്റെ ഒരു ഭാഗത്ത്, ഒരു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മാത്രം മറ്റൊരു തട്ടിലും വെച്ച് തൂക്കി നോക്കിയാൽ ലതാശതിസ് സമാവാതു വൽ അർള്, ആകാശഭൂമികൾ നിൽക്കുന്ന, ഈ ഭൂമി മണ്ണ് നിൽക്കുന്ന, മഹാപർവ്വതങ്ങൾ നിൽക്കുന്ന ഈ തുലാസിൻ്റെ തട്ട് ഖനം കുറയും. മൂസ നബിയെ വസഖുലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഭാരം നിൽക്കുക. ആ കലിമത്ത് പോരെ നിങ്ങൾക്ക്? അത് പോരെ നിങ്ങൾക്ക്? മതി റബ്ബേ, എന്നാ പിന്നെ മതി. അതുകൊണ്ടാണ് അഫ്ദലു മാ ഖുൽതു വന്നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്.
അലൈഹാ നഹ്യാ, ആ കലിമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വഅലൈഹാ നമൂതു, ആ കലിമയിലാണ് നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുന്നത്. വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്, നാളെ പരലോകത്തേക്ക് വരുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കൂടെ വേണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ.